ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി ഈ ചാപ്റ്ററിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അത് മുന്നത്തെ ബാച്ച് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമ്മുടെ പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുതിയ ക്ലാസ് നമ്മളിന്ന് ഇവിടെ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് കമൻ്റ് ആയിട്ടും രേഖപ്പെടുത്താം. ഈ ഒരു ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് നോട്ടും നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ചാനൽ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിൻ്റെ ഉൾപ്പെടെ ഇനി വരുന്ന എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഫ്രീ PDF നോട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ് അല്ലേ. നിങ്ങൾ ആദ്യം പേജൊക്കെ ഒന്ന് മറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സംഭവം ശരിയാണ്. ഈ വർഷത്തെ ജോഗ്രഫിയിൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ പെട്ടെന്ന് ആദ്യമേ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയില്ല എങ്കിൽ നമുക്ക് അവസാനം പരീക്ഷ സമയത്ത് ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല, സത്യാവസ്ഥ പറഞ്ഞു തരുന്നതാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഈ കുട്ടികൾക്ക് എല്ലാവരും അവസാന നിമിഷം എന്ത് ചെയ്യാറുണ്ട്, പണി കിട്ടാറുണ്ട്, നേരെ പഠിച്ചു പോയില്ലെങ്കിൽ. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, നല്ല ഭംഗിയായിട്ട് ആദ്യം മുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡയഗ്രം ഒക്കെ വരച്ച് തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്റർ പഠിച്ചു പോകാം. തുടങ്ങാമല്ലോ. അപ്പോൾ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസിനെ പറ്റിയാണ്. ഇതിനെ പറ്റിയിട്ടാണ് ഇന്ത്യയുടെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് എന്ന് വെച്ചാൽ എന്താണ്. നമ്മുടെ ഇന്ത്യയുടെ ടോപ്പോഗ്രഫി എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇന്ത്യയുടെ എന്തെടുക്കുകയാണ്, ടോപ്പോഗ്രഫി എന്ന് വെച്ചാൽ ഇന്ത്യ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ നമ്മളൊന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യ എന്ന് പറയുന്ന എല്ലായിടത്തും കാണാൻ ഒരുപോലെ അല്ല. ഇപ്പോൾ ഹിമാലയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. രാജസ്ഥാൻ മരുഭൂമി എന്ന് പറഞ്ഞ ഒരു ഐഡിയ കിട്ടും അല്ലേ. നമ്മുടെ ഡെക്കാൻ പീഠഭൂമി എന്ന് പറഞ്ഞാൽ പോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ കർണാടക, ആന്ധ്രാപ്രദേശ് എന്നൊക്കെ പറഞ്ഞ സ്ഥലം പറയുമ്പോൾ അതെന്തായാലും കേരളം പോലെ പച്ചപ്പ് പിടിച്ചൊരു സ്ഥലം അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇല്ലേ. ഈസ്റ്റേൺ ഹൈലാൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും മലയും കുന്നും ഒക്കെ നിറഞ്ഞ പ്രദേശമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ടോപ്പോഗ്രഫിക്കലി നമുക്ക് നമ്മുടെ ഇന്ത്യയെ 5 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നിങ്ങളിവിടെ ആദ്യം പഠിക്കേണ്ട പോയിന്റും ഇതാണ്. ഫിസിയോഗ്രാഫിക്കലി ഇന്ത്യയെ 5ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിലാദ്യം വരുന്നതാണ് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്. എന്താണ് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്? നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്, നമ്മുടെ ഈ കാണുന്ന ഒരു ഭാഗം മുതൽ ഇത്രയും വരുന്ന ഭാഗമാണ് എന്തിൽ വരുന്നത്, നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിൽ വരുന്നത്. അടുത്ത് വരുന്നതാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. പറഞ്ഞേ, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ഇത്രയും ഭാഗത്തോളം വരുന്ന സ്ഥലങ്ങളാണ് എന്തിൽ വരുന്നത്, നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ വരുന്നത്. മൂന്നാമതായിട്ട് വരുന്നതാണ് പെനിൻസുലാർ പ്ലേറ്റ്യൂ. എന്താണ് പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയും ഈ ഒരു ഭാഗം, ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലിരിക്കുന്ന ഇപ്പോൾ ഈ ഞാൻ വരച്ചേക്കുന്ന ഈ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത്. പേടിക്കേണ്ട, ഓരോന്നും വിശദമായിട്ടാണ് നമ്മൾ ഇനി വരുന്ന ഓരോ ചാപ്റ്റേഴ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അടുത്ത് വരുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഡെസേർട്ട് എന്ന് പറയും. ഈ ഒരു ഭാഗം ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഡെസേർട്ട് എന്ന് പറയും. അപ്പോൾ അടുത്ത് വരുന്നതാണ് എന്ത്, ഇന്ത്യൻ ഡെസേർട്ട്. ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ ഇരുവശങ്ങളിലുമായിട്ട് കാണുന്നത്, ഇവിടുന്ന് ആരംഭിച്ച് നമ്മുടെ ഇരുവശത്തും കാണുന്ന ഭാഗം, കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗം. നമ്മളതിന് എന്ത് പറയും, നമ്മൾ പറയും കോസ്റ്റൽ പ്ലെയിനും അതുപോലെ ഐലൻഡുകളും എന്ന് പറയും. എന്ത് പറയും, കോസ്റ്റൽ പ്ലെയിൻ എന്നും ഐലൻഡുകളെന്നും പറയും. അപ്പോൾ എത്ര, 1, 2, 3, 4, 5. സോ ഇന്ത്യയെ ടോപ്പോഗ്രഫി അടിസ്ഥാനപ്പെടുത്തി 5 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എന്തിനെ അടിസ്ഥാനപ്പെടുത്തി, ടോപ്പോഗ്രഫി അടിസ്ഥാനപ്പെടുത്തി. എത്ര ഭാഗങ്ങൾ, 5 ഭാഗങ്ങൾ. ഏതൊക്കെയാണ്, നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്, പെനിൻസുലാർ പ്ലേറ്റ്യൂ, ഇന്ത്യൻ ഡെസേർട്ട്, കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്. ഈ ഡിവിഷനെയാണ് നമ്മൾ ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. മനസ്സിലായോ, കിട്ടിയോ? അപ്പോൾ പറഞ്ഞേ, നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്, പെനിൻസുലാർ പ്ലേറ്റ്യൂസ്, ഇന്ത്യൻ ഡെസേർട്ട്, കോസ്റ്റൽ പ്ലെയിൻ ആൻഡ് ഐലൻഡ്. ഐലൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെയായിട്ട് നമ്മുടെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡുകളുണ്ട്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡുകളുണ്ട്. ഇവിടെ ആയിട്ടാണെങ്കിൽ നമ്മുടെ ലക്ഷദ്വീപ് ഐലൻഡ് സമൂഹങ്ങളും ഉണ്ട്. സെറ്റല്ലേ, പഠിച്ചില്ലേ? ഫസ്റ്റ് പോയിന്റ് പഠിച്ചില്ലേ? ചോദിക്കാം, ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ഓഫ് ഇന്ത്യ. ഓക്കെ,
അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ ഇനി നോക്കിയേ, കണ്ടല്ലോ. സോ ബേസ്ഡ് ഓൺ ടോപ്പോഗ്രഫി ഇന്ത്യ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 5 regions that are the northern mountain region, the northern Indian plain. ഇത് CBSE-കാർക്ക് പറയുമ്പോൾ നമ്മൾ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഞാൻ റീജിയൻ റേഞ്ച് എന്ന് പറയുന്നത് തെറ്റെന്ന് വിചാരിക്കേണ്ട. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മൾ അവിടെ CBSE-ക്ക് പഠിക്കും. പെനിൻസുലാർ പ്ലേറ്റ്യൂ ഉണ്ട്, ദ ഇന്ത്യൻ ഡെസേർട്ട് ഉണ്ട്, അതുപോലെ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡും. കണ്ടോ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം നോക്കി കാണുന്നുണ്ടല്ലോ. ഇതാ കണ്ടോ, ഇപ്പോൾ ജമ്മു കാശ്മീരിന്റെ ഭാഗം ഇത്രയും ഭാഗമാണ് എന്തെന്ന് പറയുന്നത് നോർത്തേൺ മൗണ്ടൻ റീജിയൻ. ഈ കാണുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. ഈ ഭാഗം കൂടി വരും കേട്ടോ. ഇവിടെ വരുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഡെസേർട്ട്, ഈ വരുന്നതാണ് നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റ്യൂ, ഇരുവശങ്ങളിലും വരുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് കോസ്റ്റൽ റീജിയനും. ഈ കാണുന്ന കണ്ടോ ആൻഡമാൻ നിക്കോബാറും ലക്ഷദ്വീപുമാണ് നമ്മുടെ ഐലൻഡുകൾ. അതിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ആരെ പറ്റിയിട്ടാണ്? നമ്മൾ പഠിക്കാൻ പോകുന്നത് നോർത്തേൺ മൗണ്ടൻ റീജിയനെ പറ്റിയിട്ടാണ്. ഇതിനെ പറ്റിയിട്ടാണ് നോർത്തേൺ മൗണ്ടൻ റീജിയൻ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തെ പറ്റിയിട്ട് വിശദമായിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഇതിനകത്ത് വരും. അപ്പോൾ ആദ്യമേ പറഞ്ഞ് പഠിച്ചു പോകണം. ഇപ്പം സ്ലോ ആയിട്ടാണ് ക്ലാസ് കൊണ്ടുപോകുന്നത്, ഞാൻ സ്പീഡൊന്നും എടുക്കുന്നില്ല. ഓക്കെ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പഠിച്ചല്ലോ. എത്ര ഡിവിഷൻസാണ് ഉള്ളത്? 5 ഡിവിഷൻസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണത്? നോർത്തേൺ മൗണ്ടൻ റീജിയൻ, അടുത്ത് പറഞ്ഞേ നോർത്ത് ഇന്ത്യൻ പ്ലെയിന്, അടുത്ത് വന്ന ഏതാണ് പെനിൻസുലാർ പ്ലേറ്റ്യൂ, അടുത്ത് വരുന്നതാണ് എന്ത് ഇന്ത്യൻ ഡെസേർട്ട്, അടുത്ത് വരുന്നതാണ് എന്താ കോസ്റ്റൽ പ്ലെയിൻസ്. എൻ്റെ ഒപ്പം പറഞ്ഞ് പഠിച്ചല്ലോ. അടുത്തതിലോട്ട് പോകാമല്ലോ. അപ്പോൾ അടുത്ത് നമുക്ക് വരുന്നതാണ് എന്ത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, അതായത് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടൻ റീജിയൻ എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെ. അപ്പോൾ നോർത്തേൺ മൗണ്ടൻ റീജിയൻ എന്ന് വെച്ചാൽ എവിടെ നിന്നാണ്, എങ്ങനെയാണ്, എത്രത്തോളം ഉണ്ട്? തുടങ്ങുകയാണ് ഫസ്റ്റ് ഡിവിഷൻ. നോർത്തേൺ മൗണ്ടൻ റീജിയൻ എന്ന് പറയുന്നത് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? എന്താ ഇവിടെ കണ്ടോ, എന്താ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്? പാമീർ. ഈ പാമീർ നോട്ട് KNOT നോട്ട്. എന്താ പാമീർ നോട്ട്? ഇതൊരു മൗണ്ടൻ ചേരുന്നൊരു ഭാഗമാണ്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നോർത്തേൺ മൗണ്ടൻ റീജിയൻ അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് മൊത്തത്തിൽ പറയാൻ പോവുകയാണ്. അതായത് നമ്മൾ ആ വരച്ച അത്രയും ഭാഗത്തിന് ഒന്ന് പറഞ്ഞുതരാൻ പോവുകയാണ്. ഇനി നമ്മൾ ഓരോന്നായിട്ട് സെപ്പറേറ്റ് പഠിക്കും. നോക്കും, നോർത്തേൺ മൗണ്ടൻ റീജിയൻ എവിടെ നിന്ന് തുടങ്ങുന്നു? ഇന്ത്യയിൽ ഈ കാണുന്നത് നമ്മുടെ ജമ്മു കാശ്മീരിന്റെ ഭാഗമാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇന്ത്യയുടെ ജമ്മു കാശ്മീരിന് തൊട്ട് മുകളിലായിട്ടൊരു സ്ഥലം കാണുന്നു. ഇതിന്റെ പേരാണ് പാമീർ നോട്ട് എന്ന മൗണ്ടൻ. സോ ഈ പാമീർ നോട്ടിന്റെ ഇവിടെ നിന്ന് ആരംഭിച്ച് ഈ പറയുന്ന പൂർവാചൽ മലനിരകൾ, ഈ ഭാഗമാണ് പൂർവാചൽ. അപ്പൊ ഈ പറഞ്ഞ പാമീർ നോട്ടിൽ നിന്ന് ആരംഭിച്ച് പൂർവാചൽ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഈ ഒരു മൗണ്ടൻ റീജിയൻ ആണ് എന്തെന്ന് പറയുന്നത് നോർത്തേൺ മൗണ്ടൻ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പാമീർ നോട്ടിൽ നിന്ന് ആരംഭിച്ച് പൂർവാചൽ, ഇതിന്റെ പേരാണ് എന്ത് പൂർവാചൽ. ഓക്കെ, ഇനി ഇതറിയാലോ, ഇത് നമ്മുടെ ഈസ്റ്റ്, ഇത് നമ്മുടെ നോർത്ത്, ഇത് നമ്മുടെ വെസ്റ്റ്, ഇത് നമ്മുടെ സൗത്ത്. അപ്പൊ നോർത്തിൽ നോർത്തിൽ പാമീർ നോട്ട് മുതൽ, അതാണ് പാമീർ നോട്ട് മുതൽ ഈസ്റ്റിലെ പൂർവാചൽ ഹിൽസ് വരെ നീണ്ടു കിടക്കുന്ന ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയും. തുടങ്ങുന്നത് പാമീർ നോട്ടിൽ നിന്ന്. ഈ പാമീർ നോട്ടിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റൂഫ് ഓഫ് ദ വേൾഡ്. എന്താണ് റൂഫ് ഓഫ് ദ വേൾഡ്? ഓക്കെ, വേൾഡിന്റെ കൂര അല്ലെ, റൂഫ് എന്ന് വിളിക്കുന്നതാണ് പാമീർ നോട്ട്. നോക്കിയേ, കാരണം ഇവിടെ കണ്ടോ, ഇത് ഇന്ത്യയിലല്ലേ ഹിന്ദുകുഷ് പർവ്വത നിരകളും ഈ പറയുന്ന ഹിമാലയ പർവ്വത നിരകളും ഒക്കെ തുടങ്ങുന്നത് ഇവിടെയാണ്. അപ്പൊ ഈ മലകളെല്ലാം കൂടി ചേർന്ന് ഒരു കെട്ടി വെച്ചേക്കുന്ന പോലെ, അല്ലെങ്കിൽ കൂടിച്ചേരുന്ന ഉയരം കൂടിയ ഒരു സ്ഥലമാണ് പാമീർ നോട്ട്. അപ്പോൾ വൺ വേർഡ് ചോദിക്കും, റൂഫ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്നത് എന്ത്? പാമീർ നോട്ട്. ഹിമാലയ ഒന്നും എഴുതി വെക്കരുത്. റൂഫ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്നത് ഇവിടെ ഏത് സ്ഥലം? പാമീർ നോട്ടിനെയാണ് റൂഫ് ഓഫ് ദ വേൾഡ്. ഈ പാമീർ നോട്ടിൽ നിന്നാണ് നമ്മുടെ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ഉത്ഭവിക്കുന്നത്. അതിൽ ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഇത്രയും സ്ഥലങ്ങളും അതിനകത്ത് വരും. അവസാനിക്കുന്നത് പൂർവാചൽ ഹിൽസ്. ഇതിനപ്പുറം ഇന്ത്യ തീർന്നു. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ മ്യാൻമാർ എന്ന് പറയുന്ന രാജ്യമാണ്. ഇവിടെയാണെങ്കിൽ ചൈന എന്ന് പറയുന്ന രാജ്യമാണ്. ഈ ഭാഗത്തായിട്ട് കാണുന്നത് ഇതെന്താണ്? നമ്മുടെ നേപ്പാൾ എന്ന് പറയുന്ന ഭാഗമാണ്. ഇവിടെ ഇടതുവശത്ത് കാണുന്നത് പാകിസ്ഥാൻ. ഈ പറയുന്ന നോർത്തിന്റെ ഭാഗത്ത് നമുക്ക് ചെറുതായിട്ട് ഒരു അഫ്ഗാനിസ്ഥാന്റെ ഭാഗം കാണാൻ പറ്റും. ഓക്കെ, രാജ്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയ വേണം. ഇവിടെയായിട്ട് കാണുന്നത് ബംഗ്ലാദേശുമാണ്. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ എവിടെ മുതൽ എവിടെ വരെ? പാമീർ നോട്ട് മുതൽ പൂർവാചൽ വരെ. എത്ര ദൂരം? ഇവിടെ നിന്നും ഇവിടെ വരെ നമ്മൾ ദൂരം പറയുകയാണെങ്കിൽ ഏതാണ്ട്
2400 കിലോമീറ്റർ ദൂരമുണ്ട്. എത്രയുണ്ട്? 2400 കിലോമീറ്റർ നീളമുണ്ട്. വീതിയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെറും 150 കിലോമീറ്ററും, ഓക്കെ, ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 400 കിലോമീറ്ററും വീതി വരും. ഓക്കെ, സോറി, തിരിഞ്ഞു പോയി അല്ലേ. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ 400 കിലോമീറ്റർ, ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ചുരുങ്ങി 180 കിലോമീറ്ററും വരും. ഒരു ആർക്ക് ഷേപ്പിൽ, ഇങ്ങനെ ഒരു ആർക്ക് ഷേപ്പിൽ കാണപ്പെടുന്ന പർവ്വതങ്ങളാണ് ഇവരെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ പോയിന്റുകളൊന്നും, നോർത്തേൺ മൗണ്ടൻ റീജിയൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരണം ഇന്ത്യയുടെ നോർത്തിലിരിക്കുന്ന സംസ്ഥാനം ജമ്മു. സംസ്ഥാനം ഇപ്പോൾ യൂണിയൻ ടെറിട്ടറിയാണ് ജമ്മു കാശ്മീരിന്റെ തൊട്ട് മുകളിലായിട്ട് ഈ പറയുന്ന നമ്മുടെ അഫ്ഗാനിസ്ഥാനും തജീക്കിസ്ഥാനും ഒക്കെ ഇടയിലായിട്ട് കാണപ്പെടുന്ന ഒരു പർവ്വതം, പാമീർ നോട്ട് പർവ്വതം. ആ പാമീർ നോട്ടിന്റെ അവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പൂർവാചൽ വരെ നീണ്ടു നിൽക്കുന്ന 2400 കിലോമീറ്റർ നീളവും 400 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയും വരുന്ന ഒരു പർവ്വത നിരകളാണ് നോർത്തേൺ മൗണ്ടൻ റീജിയൻ എന്ന് പറയുന്നത്. ഉത്ഭവിക്കുന്നത് പാമീർ നോട്ടിൽ നിന്നും. പാമീർ നോട്ടിനെ വിളിക്കുന്ന പേര് റൂഫ് ഓഫ് ദ വേൾഡ്. ഓക്കെ, ഇനി മറ്റൊരു രീതിയിലും പറയാം. ഇവിടെയായി ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയുടെ പേരാണ് എന്ത്? ഇൻഡസ്, സിന്ധു നദി എന്ന് പറയും. സോ ഇൻഡസ് നദി മുതൽ ഇതുവഴി ഒഴുകി ഇതുവഴി പോകുന്നൊരു നദിയുണ്ട്, ബ്രഹ്മപുത്ര. അപ്പൊ ഇൻഡസ് നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെയും എന്നും പറഞ്ഞാലും തെറ്റൊന്നുമില്ല. അപ്പൊ ഇൻഡസ് നദി മുതൽ ബ്രഹ്മപുത്ര വരെ, അല്ലെങ്കിൽ പാമീർ നോട്ട് മുതൽ പൂർവാചൽ വരെ നീണ്ടു കിടക്കുന്ന ഈ ഒരു പർവ്വത നിരയാണ് നോർത്തേൺ മൗണ്ടൻ റീജിയൻ എന്ന് പറയുന്നത്. ഇതൊരു യങ് പർവ്വത നിരയാണ്. എന്താണ്? യങ് ആയ പർവ്വത നിരയാണ്. എന്ന് വെച്ചാൽ മറ്റ് മൗണ്ടൻസ്, ഇപ്പോൾ ആൽപ്സ് പർവ്വതനിരകൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, അല്ലെ? ആൻഡീസ് പർവ്വതനിരകൾ കേട്ടിട്ടുണ്ടാവും, യുറാൽ പർവ്വതനിരകൾ കേട്ടിട്ടുണ്ടാവും. ഇതുപോലെയുള്ള പർവ്വതനിരകൾ വെച്ചിട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ മൗണ്ടനാണ് ഹിമാലയം. കാരണം ഹിമാലയ മൗണ്ടൻസ് റീസെന്റ് ആയിട്ടാണ് ഉണ്ടായത്. റീസെന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 100-150 മില്യൺ വർഷങ്ങൾക്കൊക്കെ മുന്നേ. അത്ര ചെറുതാണ്, അത്ര പഴക്കമുണ്ട് കേട്ടോ. അപ്പൊ യങ് മൗണ്ടൻസ് ആണ്. മാത്രമല്ല ഇവർ ഫോൾഡ് മൗണ്ടൻസ് ആണ്, മടക്ക് പർവ്വതങ്ങളാണ്. എന്താന്നൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. കിട്ടിയേ? അപ്പോൾ നോർത്തേൺ മൗണ്ടൻ റീജിയൻസ്, ഇത് പറഞ്ഞ് പഠിച്ചു പോയില്ല, വേഗത്തിൽ പോയ കാര്യമില്ല. ഇപ്പോൾ നോർത്തേൺ മൗണ്ടൻ റീജിയൻസ് എവിടെ മുതൽ എവിടെ വരെയാണ്? പാമീർ നോട്ട് മുതൽ പൂർവാചൽ വരെ, അല്ലെങ്കിൽ ഇൻഡസ് മുതൽ ബ്രഹ്മപുത്ര വരെ 2400 കിലോമീറ്റർ, 400 മുതൽ 150 വരെ. ഇതാണെന്ത്? പർവ്വതം. യങ്ങായ ഫോൾഡ് മൗണ്ടൻസ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഫ്രം ദ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ദാറ്റ് ഫോംസ് ദ നോർത്ത് ആൻഡ് ദ നോർത്ത് ഈസ്റ്റ് ബൗണ്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ബൗണ്ടറിയുമാണ്. ഇവിടെ പ്രധാനപ്പെട്ട പർവ്വതങ്ങളുണ്ട്. പാമീർ നോട്ടിനെ റൂഫ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്നു. അവിടെ മുതൽ പൂർവാചൽ വരെയാണ് ഈ പർവ്വതനിരകൾ കാണപ്പെടുന്നത്. ഇത് മടക്ക് പർവ്വതനിരകളാണ്. കണ്ടോ, സെഡിമെന്ററി റോക്കുകൾ ഇങ്ങനെ മടങ്ങിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പൊ ഇത്തരത്തിൽ ഫോം ചെയ്യുന്ന പർവ്വതങ്ങൾ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. ഓക്കെ, യങ്ങും ലോഫ്റ്റിയുമായ പർവ്വതനിരകളാണ്. എന്ന് വെച്ചാൽ പ്രായം കുറവും എന്നാൽ കുത്തനെയുള്ള, കയറാൻ ബുദ്ധിമുട്ടുള്ള ഫോൾഡിംഗ് റോക്കുകളുള്ള മൗണ്ടൻസ് ആണ്. റിവർ ഇൻഡസ് മുതൽ ബ്രഹ്മപുത്ര വരെ 2400 കിലോമീറ്റർ, 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയും. ഇവിടെ പ്രധാനമായിട്ടും പലതരം പീക്കുകൾ, ഗ്ലേഷ്യറുകൾ, വാലികളൊക്കെ കാണപ്പെടാറുണ്ട്. ഈ പർവ്വതങ്ങളെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിനെ എത്ര ഡിവൈഡ് ചെയ്യാൻ പറ്റും? 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ത്യയെ ഫിസിയോഗ്രാഫിക്കലി നമ്മൾ 5ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ആദ്യത്തെ ഡിവിഷനാണ് നോർത്തേൺ മൗണ്ടൻ റീജിയൻ എന്ന് പറയുന്നത്. നോർത്തേൺ മൗണ്ടൻ റീജിയനെ നമുക്കിപ്പോൾ എത്ര ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്? നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുക. ഏതൊക്കെയാണ്? ആദ്യം വരുന്നതാണ് ട്രാൻസ് ഹിമാലയാസ്, ദി ഹിമാലയാസ്, അതുപോലെ വരുന്നതാണ് ഈസ്റ്റേൺ ഹൈലാൻഡ്. ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ്. ഓക്കെ, ഒന്നുകൂടി ആദ്യം കാണുന്ന ഭാഗമാണ് എന്ത്? ട്രാൻസ് ഹിമാലയാസ്. 3 പർവ്വതനിരകൾ വരും. അടുത്ത് ഹിമാലയാസ്, ദ ഹിമാലയാസ്. തൊട്ടിപ്പുറത്തായിട്ട് വരുന്നതാണ് എന്ത്? നമ്മുടെ ഈസ്റ്റേൺ ഹിൽസ്. നമ്മൾ ഈസ്റ്റേൺ ഹൈലാൻഡ് എന്നും പറയും, അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ് എന്ന് പറയും. അപ്പോൾ നോർത്തേൺ മൗണ്ടൻ റേഞ്ചിൽ നമുക്ക് എത്ര എടുത്തിരിക്കാൻ പറ്റും? 3ആയിട്ട് എടുത്തിരിക്കാൻ പറ്റും. പറഞ്ഞ ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയാസ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഹിമാലയത്തിന് മുന്നിൽ പാമീർ നോട്ടിൽ നിന്ന് വരുന്ന ഭാഗം. ദ ഹിമാലയാസ്, ദ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഹിമാലയത്തിന്റെ ഭാഗം. ദ ഈസ്റ്റേൺ ഹിൽസ്, അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹൈലാൻഡ്, അതായത് ഈ പറയുന്ന ഈസ്റ്റ് ഭാഗത്ത് കാണുന്ന 3 പർവ്വതനിരകളാണ് ഉള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയ പർവ്വതനിരകൾ, ദ ഹിമാലയ പർവ്വതനിരകൾ, ദ ഈസ്റ്റേൺ ഹിൽസ് എന്നിങ്ങനെ 3ആയിട്ട് തിരിക്കാം. HH. ഓക്കെ, ട്രാൻസ് ഹിമാലയാസ്, ദ ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിൽസ് എന്നിങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. ഇതൊക്കെയാണ് ഒന്നും കൂടെ: ട്രാൻസ് ഹിമാലയാസ്, ദ ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിൽസ് എന്നിങ്ങനെ 3ആയിട്ട് നമുക്ക് ഹിമാലയ പർവ്വതം, അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിനെ തിരിക്കാനായിട്ട് പറ്റും.
അപ്പൊ നോക്കി എവിടെ മുതൽ എവിടെ വരെയാണ് ഈ പറയുന്ന പർവ്വതങ്ങൾ നമ്മൾ കാണപ്പെടുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാ നോക്കാം. ഓക്കെ, അതിലാദ്യം ട്രാൻസ് ഹിമാലയാസിനെ പറ്റി പഠിക്കാം. ട്രാൻസ് ഹിമാലയാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെ പറയും? ഹിമാലയത്തിന്റെ തൊട്ടു മുകളിൽ കാണുന്ന ഭാഗം ട്രാൻസ് ഹിമാലയാസ്. അപ്പൊ എന്താണ് നോക്കിയേ? ഒന്ന്, നോർത്തേൺ മോസ്റ്റ് ഡിവിഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ട്രാൻസ് ഹിമാലയാസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നോർത്തേൺ മൗണ്ടൻ റേഞ്ചുകൾ മൊത്തം എടുത്താൽ അതിൽ ഏറ്റവും നോർത്ത് കിടക്കുന്ന ഇന്ത്യയുടെ ഭാഗമാണ് എന്താ? ട്രാൻസ് ഹിമാലയാസ് എന്ന് പറയുന്നത്. ഇത് ടിബറ്റിയൻ ഹിമാലയാസ് എന്നും അറിയപ്പെടാറുണ്ട്. എന്തറിയപ്പെടാറുണ്ട്? ടിബറ്റൻ ഹിമാലയാസ് എന്നും അറിയപ്പെടാറുണ്ട്. എന്തെന്നറിയപ്പെടാറുണ്ട്? ടിബറ്റൻ ഹിമാലയാസ് എന്നും അറിയപ്പെടാറുണ്ട്. ഏതാണ്ട് 3000 മീറ്റർ ആണ് ആവറേജ് ഉയരം എന്ന് പറയുന്നത്. 40 കിലോമീറ്റർ ആണ് വീതി എന്ന് പറയുന്നത്. 965 കിലോമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? നീളം എന്ന് പറയും. ഒന്നും കൂടെ, മൗണ്ടൻസിന്റെ ഉയരം, പർവ്വതത്തിന് ഒരു ഉയരം ഉണ്ടാവുമല്ലോ, ഉയരം. ഈ ഉയരമാണ് എത്ര എന്ന് പറയുന്നത്? 3000 മീറ്റർ. ഇത്രയൊന്നും നിങ്ങളെ കൊണ്ട് കാണാതെ പഠിക്കാൻ പറ്റില്ലെന്ന് അറിയാം, അറിഞ്ഞു വെച്ചാൽ മതി. ഇനി ഈ പർവ്വതത്തിന്റെ വീതിയാണെങ്കിൽ എത്രയാണ്? അത് ഇത്രയും വീതിയാണെങ്കിൽ ഏതാണ്ട് 40 കിലോമീറ്റർ വരും. മൊത്തം നീളമാണ് നമ്മൾ നോക്കുന്നെങ്കിൽ എത്ര വരും? 965 കിലോമീറ്റർ വരും. ഇത് പഠിച്ചില്ലെങ്കിലും നിങ്ങൾ അടുത്ത് പറയാൻ പോകുന്ന കാര്യം പഠിക്കണം. ട്രാൻസ് ഹിമാലയാസിനെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? 3ആയി തിരിക്കാം. ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സാസ്കർ റേഞ്ചസ്. ഒന്നുകൂടെ, കാരക്കോറം, ലഡാക്ക്, സാസ്കർ എന്നിങ്ങനെ 3 പർവ്വത നിരകളാണ് ഇവിടെ ഉള്ളത്, ട്രാൻസ് ഹിമാലയത്തിൽ ഉള്ളത്. കൺഫ്യൂഷൻ വന്നു തുടങ്ങി. ഒന്നും കൂടെ പറഞ്ഞുതരും. നോർത്തേൺ മൗണ്ടൻ റീജിയൻ മൊത്തത്തിൽ അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ട്രാൻസ് ഹിമാലയാസ്, ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിൽസ്. അതിൽ ട്രാൻസ് ഹിമാലയത്തെ പറ്റിയാണ് പറയുന്നത്. ഏറ്റവും നോർത്തിൽ, ഇന്ത്യയുടെ ഏറ്റവും നോർത്ത് ഭാഗത്തല്ലേ ഇത് കാണുന്നത്. അപ്പോൾ ഏറ്റവും നോർത്തേൺ മോസ്റ്റ് ഡിവിഷൻ ആണ്. ടിബറ്റിന്റെ ഭാഗം വരുന്നത് കൊണ്ട് തന്നെ നമ്മളതിനെ ടിബറ്റൻ ഹിമാലയാസ് എന്ന് പറയും. ടിബറ്റ് വരുന്നത് കൊണ്ട് ട്രാൻസ് ഹിമാലയത്തിന് എന്ത് പറയും? ടിബറ്റൻ ഹിമാലയാസ് എന്നും പറയും. പറഞ്ഞോട്ടെ. ഇതൊന്നും നിങ്ങളെ കൊണ്ട് ഓർത്തു വയ്ക്കാൻ പറ്റുന്നൊരു കാര്യമൊന്നും അല്ല. പക്ഷെ ഓർത്തു വയ്ക്കാൻ പറ്റുന്ന കാര്യമുണ്ട്. ഇവിടെ 3 പർവ്വത നിരകളുണ്ട്. കാരക്കോറം, ലഡാക്ക്, സസ്കർ. PSC ഒക്കെ നോക്കുന്ന കുട്ടികളാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ചു. ആവറേജ് വരെ 3000, ആവറേജ് വീതി 40, ആവറേജ് നീളം 965. 3 പർവ്വത നിരകൾ: കാരക്കോറം, ലഡാക്ക്, സസ്കർ. അപ്പൊ ഇതിൽ പ്രത്യേകത, ഈ കാരക്കോറം റേഞ്ചസ് എന്ന് പറയുന്നത് പാമീർ നോട്ടിൽ നിന്നുള്ള എക്സ്റ്റൻഷൻ ആണ്. അപ്പൊ പാമീർ നോട്ടിൽ നിന്നുള്ള എക്സ്റ്റൻഷൻ ആണ്. ഓക്കെ, അപ്പൊ ഹിമാലയ പർവ്വതത്തിനെ പാമീർ നോട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന ആരെന്ന് ചോദിച്ചാൽ അത് കാരക്കോറം റേഞ്ചസ് ആണ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. കാരക്കോറം പാമീർ നോട്ടുമായിട്ട് ടച്ച് ചെയ്തിരിപ്പുണ്ട്. സെറ്റല്ലേ? നോക്കിയേ. അപ്പൊ നോക്കിയേ, ദ നോർത്തേൺ മോസ്റ്റ് ഡിവിഷൻ ഏതാണ്? ട്രാൻസ് ഹിമാലയാസ് ആണ്. അതിന് ടിബറ്റിയൻ ഹിമാലയാസ് എന്നും പറയുന്നു. ആവറേജ് ഉയരം 3000 മീറ്റർ, ആവറേജ് വീതി 40 കിലോമീറ്റർ, ആവറേജ് നീളം 965 കിലോമീറ്റർ. കാരക്കോറം കണക്ട് ചെയ്യുന്നു പാമീർ നോട്ടുമായിട്ട്. ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട 3 റേഞ്ചസ് ആണ് കാരക്കോറം, ലഡാക്ക്, സാസ്കർ. കാരക്കോറം, ലഡാക്ക്, സാസ്കർ. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? അടുത്ത പോയിന്റ്. കാരക്കോറം, ലഡാക്ക്, സാസ്കർ അടങ്ങുന്ന ട്രാൻസ് ഹിമാലയത്തിന്റെ താഴമെന്ന് പറയുമ്പോൾ സൗത്ത് അല്ലേ? അപ്പൊ ട്രാൻസ് ഹിമാലയത്തിന്റെ സൗത്തിലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് എന്ത്? ദ ഹിമാലയാസ്. ഈ ഭാഗത്തിനാണ് എന്ത് വിളിക്കുന്നത്? ദ ഹിമാലയാസ് എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? ഹിമാലയാസ്. ഹിമാലയത്തിനും 3 നിരകളുണ്ട്. ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ്. മുകളിൽ നിന്ന് താഴോട്ട് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ്. അപ്പൊ ഒന്നും കൂടെ, ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് ഡിവിഷൻ ആണ്. അവിടെ 3 നിരകളുണ്ട്: കാരക്കോറം, ലഡാക്ക്, സാസ്കർ. അതിൻ്റെ താഴെ സൗത്ത്. ഈ സൗത്ത് ഭാഗത്ത് കാണപ്പെടുന്ന മലനിരകളാണ് എന്തെന്ന് പറയുന്നത്? ഹിമാലയാസ് എന്ന് പറയുന്നത്. എന്താണ്? ഹിമാലയാസ് എന്ന് പറയും. ഈ ഹിമാലയത്തിനും എത്ര നിരകളുണ്ട്? 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ഹിമാദ്രി. അടുത്ത് വരുന്നതാണ് എന്ത്? ഹിമാചൽ. മൂന്നാമത് വരുന്നതാണ് എന്ത്? ശിവാലിക്സ് എന്നിങ്ങനെ 3 നിരകളാണ് ഉള്ളത്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട്, ഇന്നത്തെ ക്ലാസ് കുറച്ച് ലെങ്ത് ഉള്ള ക്ലാസ് ആണ്. ഒറ്റ ഇരിപ്പിനിരുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കിളിയൊക്കെ പറന്നു പോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ കാണരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ടോപ്പിക്ക് തീരുമ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് കാണണം. ഞാൻ 5-6 പാർട്ടൊക്കെ ഇടണ്ടെന്ന് വെച്ചിട്ട് ഞാനൊരു ലെങ്തി ക്ലാസ് ഇടുന്നതേ ഉള്ളൂ. നിങ്ങൾ അതിനെ ഒരിക്കലും ഒറ്റ ഇരിപ്പിന് കാണരുത്. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ ഹിമാലയാസ് ഒന്ന് തീരുമ്പോൾ ഒന്ന് ബ്രേക്ക് എടുക്കുക, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കാണും. അതാണ് ഹിമാലയാസ് എന്ന് പറയും. സെറ്റ് അല്ലേ? അപ്പൊ നോക്കി. അപ്പോൾ
3 പാരലൽ റേഞ്ചസ് എക്സ്റ്റെൻഡ് ടു ദ സൗത്ത് ഓഫ് ദ ട്രാൻസ് ഹിമാലയ. സൗതേൺ അല്ലെങ്കിൽ ട്രാൻസ് ഹിമാലയത്തിന് സൗത്തിലായിട്ട് കാണപ്പെടുന്ന 3 നിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ് എന്ന് പറയും. ഓക്കെ, ഇനി ഇത് ഓരോന്നും നമുക്ക് വിശദമായിട്ട് പഠിക്കണം. ഹിമാദ്രിയും ഹിമാചലും ശിവാലിക്സും ഓരോന്നിനെ പറ്റിയും പഠിക്കണം. അതിലാദ്യം ഞാൻ പറയാൻ പോകുന്നത് ഹിമാദ്രിയെ പറ്റിയാണ്. അപ്പോൾ ഒരു ഓർഡർ ആവുമല്ലോ അല്ലേ. മുകളിലത്തത് പറഞ്ഞു, അടുത്ത ആദ്യത്തത് ഹിമാദ്രി. ഹിമാദ്രി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹിമാലയ പർവ്വതങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഉയരം കൂടിയത് ഏതാണ്? ഹിമാദ്രിയാണ്. ഹിമാലയ പർവ്വതമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഹിമാലയ പർവ്വതം മൊത്തം നോർത്തേൺ മൗണ്ടൻ അല്ല. ഓക്കെ, നമുക്ക് ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്രേറ്റർ ഹിമാലയാസ് അല്ലെങ്കിൽ ഇന്നർ ഹിമാലയാസ്. പഠിച്ചേ, ഹിമാദ്രിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? ഗ്രേറ്റർ ഹിമാലയാസ് അല്ലെങ്കിൽ ഇന്നർ ഹിമാലയാസ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ ഫുള്ള് താഴോട്ടല്ലേ കിടക്കുന്നത്. അപ്പൊ ഈ ഹിമാലയത്തിന്റെ ഏറ്റവും അകത്ത് ഇന്നർ ഭാഗമായിട്ട് കാണപ്പെടുന്ന സ്ഥലമാണ് എന്ത്? ഹിമാദ്രി എന്ന് പറയുന്നത്. ഏറ്റവും ഉയരം കൂടുതലാണ്. അപ്പൊ ഗ്രേറ്റ് എന്ന് വിളിച്ചു. അപ്പൊ ഗ്രേറ്റർ ഹിമാലയാസ് അല്ലെങ്കിൽ ഇന്നർ ഹിമാലയാസ്. കാരണം നോക്കിയേ, 6100 മീറ്റർ ആണ് ആവറേജ് ഉയരം എന്ന് പറയുന്നത്. 25 കിലോമീറ്റർ ആണ് ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ 6100 മീറ്റർ ഉയരം എത്രയാണ്? 6100. ട്രാൻസ് ഹിമാലയാസിൽ നമ്മൾ 3000 ആണ് ആവറേജ് പറയുന്നത്. ഇവിടെ കണ്ടോ 6000. അപ്പോൾ ഉയരം കൂടുതലല്ലേ, അതുകൊണ്ട് ഗ്രേറ്റ് എന്ന് വിളിക്കുന്നതോട് തെറ്റൊന്നുമില്ലല്ലോ അല്ലേ. അപ്പൊ ഗ്രേറ്റ് അല്ലേ, നമ്മൾ ഒരാളെ ഗ്രേറ്റ് എന്ന് അഭിസംബോധന ചെയ്യുന്നപ്പോഴാണ്, അത് വലിയ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ്. അപ്പൊ അതുപോലെ ഏറ്റവും ഉയരം കൂടിയതായതുകൊണ്ടാണ് നമ്മൾ ഹിമാദ്രി എന്ത് വിളിച്ചത്? ദ ഗ്രേറ്റർ ഹിമാലയാസ് അല്ലെങ്കിൽ ഇന്നർ ഹിമാലയാസ് എന്ന് വിളിച്ചത്. ഓക്കെ, 6100 മീറ്റർ ആണ് ഉയരം, 25 ആണ് വീതി. ഇതെല്ലാം സ്നോ ക്ലാഡ് പീക്സ് ആണെന്ന് വെച്ചാൽ ഉയരം കൂടുതലായതുകൊണ്ട് തന്നെ അറിയാലോ, മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലം. ഓക്കെ ആണല്ലോ, ഇത്രയേ ഉള്ളൂ ഹിമാദ്രി. ഹിമാദ്രി അവിടെ മൂന്നാമതാണ് പറയുന്നത്. ഞാൻ പക്ഷെ ആദ്യം പറഞ്ഞു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഹിമാദ്രി അറിയപ്പെടുന്ന പേര് ഗ്രേറ്റർ ഹിമാലയാസ് അല്ലെങ്കിൽ ഇന്നർ ഹിമാലയാസ്. 6100 മീറ്റർ ഉയരം, 25 കിലോമീറ്റർ വീതി, മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലമാണ്. ഓക്കെ 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 മോസ്റ്റ് ഓഫ് ദ വേൾഡ്സ് ഹയസ്റ്റ് പീക്സ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദിസ് റീജിയൻ. നമ്മുടെ 6100 മീറ്റർ ഉയരം എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ, നമ്മുടെ പ്രധാനപ്പെട്ട ഉയരം കൂടിയ പർവ്വതങ്ങളൊക്കെ കാണുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ആണ്. അടുത്ത് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഹിമാചൽ. ഹിമാചൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഈ രണ്ടാമത് കാണുന്നതാണ് ഹിമാചൽ എന്ന് പറയുന്നത്. അപ്പൊ ഹിമാചലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലെസ്സർ ഹിമാലയാസ്. എന്താണ്? ലെസ്സർ ഹിമാലയാസ്. അപ്പൊ ഹിമാചലിനെക്കാളും ഹിമാദ്രിയെക്കാളും ലെസ് ഹിമാചൽ. ആവറേജ് ഉയരം 3500 മുതൽ 4500 വരെയാണ്. 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ് വിഡ്ത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് വന്നാലും ഇത് പഠിച്ചു വയ്ക്കാൻ പോകുന്നത് എനിക്കറിയാം. സോ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഹിമാദ്രി കഴിഞ്ഞിട്ട് വരുന്ന ഹിമാചൽ അല്ലെ. നോക്കിയേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോർത്ത് ഓഫ് ശിവാലിക്സ് എന്നാണ്. അതിനേക്കാളും നിങ്ങൾ ഓർത്ത് വെച്ചോ സൗത്ത് ഓഫ് ഹിമാദ്രി. ഹിമാദ്രിയുടെ താഴെയായിട്ട്, ഹിമാദ്രിയുടെ സൗത്ത് ആയിട്ട് കാണപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഹിമാചൽ മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയുന്നത്. 3500 മുതൽ 4500 കിലോമീറ്റർ വരെയാണ് ഉയരം എന്ന് പറയുന്നത്. ഇതിനെ ലെസ്സർ ഹിമാലയാസ് എന്നും വിളിക്കുന്നു. ഇനി ഏറ്റവും താഴെ കാണുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ശിവാലിക്സ് എന്ന് പറയുന്നത്. എന്താണ് ശിവാലിക്സ്? ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഔട്ടർ ഹിമാലയാസ്. ഔട്ടർ ഹിമാലയാസ്. അപ്പൊ ഇത് മൂന്നും ഒരുമിച്ച് ഓർത്ത് വയ്ക്കണമെങ്കിൽ കൺഫ്യൂഷൻ വരും. അപ്പൊ ഏതാണ് ഔട്ടർ ഹിമാലയാസ്? ഔട്ടർ എന്ന് വെച്ചാൽ ഏറ്റവും പുറത്തായിട്ട് കാണപ്പെടുന്ന ഹിമാലയ. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻ ആണ്, സമതലങ്ങളാണ്. അപ്പൊ മൗണ്ടൻസിന്റെ ഏറ്റവും ഔട്ടർ എന്ന് പറയുന്നത് ഏതാണ്? ശിവാലിക്സ് ആണ്. അപ്പൊ കമ്പാരിറ്റീവ്ലി ഉയരം കുറഞ്ഞ പർവ്വതങ്ങളാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വലിയൊരു പോയിന്റുകളൊന്നും ഇതിനകത്ത് വരുന്നില്ല. ശിവാലിക് റേഞ്ചസ് എന്ന് പറയുന്നതിന് വിളിക്കുന്ന പേരെന്താണ്? നമ്മുടെ ഹിമാലയം പർവ്വതങ്ങളും ഗംഗാ സമതലങ്ങളും തമ്മിലുള്ള ബോർഡറാണ്. 60 to 150 കിലോമീറ്റർ വരെയാണ് എന്താ ആവറേജ് വീതി എന്ന് പറയുന്നത്. വിളിക്കുന്ന പേരൊന്ന് ഓർത്ത് വെക്കണം, ഔട്ടർ ഹിമാലയാസ്. അപ്പൊ ഇവിടുന്ന് ഒരു പോയിന്റ് പഠിച്ച്, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ്. ഹിമാദ്രിയെ വിളിച്ച പേര് ഗ്രേറ്റർ ഹിമാലയാസ്. ഹിമാചലിനെ വിളിച്ച പേര് ഇന്നർ അല്ലല്ലോ, ലെസ്സർ ഹിമാലയാസ്. ശിവാലിക്സിനെ വിളിച്ച പേര് ഔട്ടർ. അപ്പോ ഗ്രേറ്റർ, ലെസ്സർ, ഔട്ടർ. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ്. ഗ്രേറ്റർ, ലെസ്സർ, ഔട്ടർ. ഗ്രേറ്റർ, ലെസ്സർ, ഔട്ടർ. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ്. ഹിമാദ്രിയെ വിളിച്ച പേര് ഗ്രേറ്റർ, ഹിമാചലിനെ വിളിച്ച പേര് ലെസ്സർ, ശിവാലിക്കിനെ വിളിച്ച പേര് ഔട്ടർ. അപ്പൊ മോളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ കുറഞ്ഞു വരും. ആദ്യത്തവൻ ഗ്രേറ്റ്, രണ്ടാമത്തവൻ ലെസ്, മൂന്നാമത്തവൻ ഔട്ട്. ഓക്കെ, ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. ഇതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിന്റ്. സെറ്റ് ആണല്ലോ. ഇനി നമ്മൾ കഥ പറയാൻ പോവുകയാണ്. എന്ത് പറയാൻ പോവുകയാണ്? കഥ പറയാൻ പോവുകയാണ്. ഹിമാലയ പർവ്വതം ഉണ്ടായ കഥ. സോ ഓക്കെ, ഒറിജിൻ ഓഫ് ദ ഹിമാലയൻസ്. എങ്ങനെയാണ് ഹിമാലയ പർവ്വതം ഉണ്ടായത്? അപ്പൊ ഇത് പറയുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറയാം.
ഹിമാലയ പർവ്വതം അടക്കം നമ്മുടെ ഭൂമി ഇന്ന് ഇപ്പോൾ ഈ കാണുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അതെങ്ങനെ ഫോം ചെയ്തു എന്നതിനെ പറ്റി പറയുന്ന ഒരു തിയറി ഉണ്ട്. തിയറിയുടെ പേരാണ് തിയറി ഓഫ് പ്ലേറ്റ് ടെക്ടോണിക്സ്. തിയറി ഓഫ് പ്ലേറ്റ് ടെക്ടോണിക്സ് ആണ് നമ്മുടെ ഭൂമി ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെ എത്തിയെന്ന് പറയും. അപ്പോൾ തിയറി ഓഫ് പ്ലേറ്റ് ടെക്ടോണിക്സ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഭൂമിയുടെ സർഫസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒന്നല്ല, പകരം പല പല പ്ലേറ്റുകളായിട്ടാണ് കാണപ്പെടുന്നത്. ഈ പ്ലേറ്റുകൾ വിളിക്കുന്ന പേരാണ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്. അതായത് നമ്മുടെ ഭൂമി നമ്മൾ മൊത്തം എടുത്താൽ ഭൂമിയെ മൂന്നായിട്ട് തിരിക്കാം. ഓക്കെ, ക്രസ്റ്റ്, മാൻഡിൽ, കോർ. ക്രസ്റ്റ്, മാൻഡിൽ, കോർ. പാറകളൊക്കെ ഉള്ള കട്ടിയുള്ള ഒരു പുറംതോട്, നമ്മുടെ മുട്ടയുടെ തോട് പോലെ കട്ടി കുറഞ്ഞതാണെങ്കിൽ പോലും പാറകൾ കൊണ്ട് നിർമ്മിച്ച ഒരു പുറം ഭാഗം നമ്മുടെ ഭൂമിക്കുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ക്രസ്റ്റ്. ഇതിൻ്റെ താഴെയായിട്ട് നല്ല ഉരുകിയ പാറകളുള്ള മോൾട്ടൺ റോക്കുകളുള്ള ഒരു ഭാഗമുണ്ട്. അതിൻ്റെ പേര് മാൻഡിൽ. തൽക്കാലം അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഏറ്റവും ഉള്ളിലായിട്ട് നമ്മുടെ മുട്ടയുടെ മഞ്ഞക്കരു പോലെ ചുട്ടുപഴുത്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിൻ്റെ പേരാണ് കോർ. ഇതിൽ ഈ ക്രസ്റ്റും മാൻഡിലിൻ്റെ ഔട്ടർ പോർഷനെയും കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് ലിത്തോസ്ഫിയർ. എന്താണ് ലിത്തോസ്ഫിയർ? ഒന്നും അങ്ങനെ ടെൻഷനൊന്നും വേണ്ട, അത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഭൂമിയുടെ ആദ്യം കോർ, അത് കഴിഞ്ഞ് മാൻഡിൽ, അത് കഴിഞ്ഞ് ക്രസ്റ്റ്. ഈ ക്രസ്റ്റിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇച്ചിരി കട്ടിക്ക് നമ്മുടെ മുട്ടത്തോട് പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ കണ്ടിന്യൂസ് അല്ല, ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് പ്ലേറ്റുകളായിട്ടാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്ന പോലെ അത് ഇങ്ങനത്തെ ഒരു പ്ലേറ്റുകളായിട്ടാണ് നമ്മുടെ ഭൂമി ഇരിക്കുന്നതാണ് പറയുന്നത്. ഇതിൽ തന്നെയാണ് കോണ്ടിനെൻ്റ് ഉള്ളത്, ഇതിൽ തന്നെയാണ് ഓഷൻ ഉള്ളത്. കോണ്ടിനെൻ്റ് ഓഷനും ഒക്കെ ഈ പറയുന്ന ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾക്കകത്താണ് കാണപ്പെടുന്നത്. ലിത്തോസ്ഫിയറിക് പ്ലേറ്റിന് തൊട്ട് താഴെയായിട്ട് കാണുന്ന ഭാഗത്തിൻ്റെ പേരാണ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുകിയ പാറയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഉരുകിയ പാറ അല്ലെങ്കിൽ നമ്മൾ വെള്ളം കിടക്കുന്നു, വെള്ളത്തിൽ ചവിട്ടിയാൽ നമ്മൾ തെന്നും. അതുപോലെ ഈ ഉരുകിയ പാറ ഇങ്ങനെ കൺവെക്ഷൻ കറണ്ട് കാരണം ഇങ്ങനെ മൂവ് ചെയ്യുമെന്നാണ് പറയുന്നത്. പാലൊക്കെ തിളച്ചിങ്ങനെ പൊങ്ങി വരത്തില്ലേ, അതുപോലെ ഈ പാറയും അകത്തുനിന്ന് ഇങ്ങനെ ചൂടായി തിളച്ചിങ്ങനെ പൊങ്ങി ഇങ്ങനെ വരും. ഇതിൻ്റെ പേര് കൺവെക്ഷൻ കറണ്ട്. അത്രയും നമ്മൾ അറിഞ്ഞാൽ മതി. ഈ കൺവെക്ഷൻ കറണ്ടൊക്കെ കാരണം മുകളിൽ നിൽക്കുന്ന ഈ പ്ലേറ്റുകൾ ഒരിടത്ത് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇരിക്കത്തില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യും? തെന്നി മാറും. ഇത്രയും ഓക്കെ ആണോ? ഇതൊരു തിയറിയാണ്. തിയറിയുടെ പേരാണ് പ്ലേറ്റ് ടെക്ടോണിക്സ്. അപ്പോൾ ഭൂമിയിൽ നമ്മുടെ ഓരോ കോണ്ടിനെന്റും ഒക്കെ ഉണ്ടായതും നമ്മൾ പഠിക്കുമ്പോൾ ഹിമാലയ പർവ്വതം ഉണ്ടായതിൻ്റെ പിന്നിലുള്ള തിയറിയുടെ പേരാണ് തിയറി ഓഫ് പ്ലേറ്റ് ടെക്ടോണിക്സ്. തിയറി ഓഫ് പ്ലേറ്റ് ടെക്ടോണിക്സ് പറയുന്നത് എത്രയേ ഉള്ളൂ. നമ്മുടെ ഭൂമിയുടെ സർഫസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ല, അത് പല പല പ്ലേറ്റുകളായിട്ടാണ് ഇരിക്കുന്നത്. ആ പ്ലേറ്റുകൾ വിളിക്കുന്ന പേരാണ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്. ആ പ്ലേറ്റുകൾ വിളിക്കുന്ന പേരാണ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്. ഈ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് ഇരിക്കുന്നത് അസ്തനോസ്ഫിയറിന്റെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നി മാറും. അപ്പൊ നോക്കിയേ, ഡ്യൂ ടു ദ തിയറി ഓഫ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്താ പറഞ്ഞത്? നമ്മുടെ ഭൂമിയുടെ ക്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓഷ്യൻ പാർട്ടും കോണ്ടിനെന്റൽ പാർട്ടും ഒക്കെ ഇരിക്കുന്നത് പ്ലേറ്റുകളായിട്ടാണ്. അത് അസ്തനോസ്ഫിയറിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. അസ്തനോസ്ഫിയർ ആണെങ്കിലോ സെമി പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഹൈ ടെമ്പറേച്ചറിലുള്ള ഒന്നാണ്. സോ ഈ പ്ലേറ്റുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറും. ഈ തെന്നി മാറുന്നത് പല രീതിയിലാണ് തെന്നി മാറുന്നത് എന്ന് വെച്ചാൽ പരസ്പരം കൂട്ടിയിടിക്കാം, പരസ്പരം അകന്നു പോകാം, പരസ്പരം ഉരഞ്ഞു നീങ്ങുകയും ചെയ്യാം. ഈ പ്രോസസ്സ് വഴി പർവ്വതങ്ങൾ ഉണ്ടാക്കാം. അതിന് നമ്മൾ ഓറോജനിക് പ്രോസസ്സ് എന്ന് പറയും. അതുപോലെ തന്നെ എന്താണ്, പലതും ഇല്ലാതെയും ആകാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പ്ലേറ്റുകളുടെ ചലനം. അപ്പോൾ പ്ലേറ്റുകൾ എങ്ങനെ ചലിക്കും? പ്ലേറ്റുകൾ താഴെ അസ്തനോസ്ഫിയർ ഉള്ളത് കൊണ്ട് അസ്തനോസ്ഫിയറിന്റെ ബന്ധപ്പെട്ട് ചലിക്കും. എങ്ങനെയൊക്കെ ചലിക്കും? പരസ്പരം അകന്നകന്നു പോകാം. നമ്മളതിനെ എന്ത് വിളിക്കും? ഡൈവേർജന്റ് മാർജിൻ എന്ന് പറയും. എന്തെന്ന് പറയും? ഡൈവേർജന്റ് മാർജിൻ എന്ന് വെച്ചാൽ മൂവ്മെന്റ്, ചലനം. പരസ്പരം കൂട്ടിച്ചേരാം അല്ലെങ്കിൽ കൂടിച്ചേരാം. നമ്മളതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കൺവേർജന്റ് മാർജിൻ. പരസ്പരം ഉരഞ്ഞു നീങ്ങാം. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ട്രാൻസ്ഫോം മാർജിൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ട്രാൻസ്ഫോം മാർജിൻ. അപ്പോൾ ഡൈവേർജന്റ് എങ്കിൽ പ്ലേറ്റുകൾ പരസ്പരം അകന്നു പോകുന്നു, കൺവേർജന്റ് എങ്കിൽ കൂടിച്ചേരുന്നു, ട്രാൻസ്ഫോം ആണെങ്കിൽ എന്ത് ചെയ്യും? പരസ്പരം ഉരഞ്ഞു നീങ്ങും. ഇനി നീങ്ങുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? അങ്ങനെ പണ്ടൊരു കൺവേർജന്റ് മാർജിൻ നടന്നത് കാരണമാണ് നമ്മുടെ ഹിമാലയ പർവ്വതം ഉണ്ടായത്. കഥയിലോട്ട് വരാമല്ലോ. അപ്പോൾ കൺവേർജന്റ് ബൗണ്ടറി ഉണ്ട്, ഡൈവേർജന്റ് ബൗണ്ടറി ഉണ്ട്, ട്രാൻസ്ഫോം ബൗണ്ടറി ഉണ്ട്. എന്ന് വെച്ചാൽ നീങ്ങുന്ന രീതി എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇനി ഹിമാലയത്തിലോട്ട് വരാം. അതിനൊരു പഴയ കഥ. വർഷങ്ങൾക്കും പണ്ട് നമ്മുടെ ഭൂമിയിൽ ഇന്ന് ഈ കാണുന്ന പോലെ 7 ഭൂഖണ്ഡമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ ഭൂഖണ്ഡവും ഒരൊറ്റ കടലും. ഇത് ടെക്സ്റ്റ് ബുക്കിലില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പഠിക്കേണ്ടതുകൊണ്ട് ഇത് കാണാതെ പഠിക്കേണ്ട, അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭൂമിയിൽ പണ്ട് ഒരൊറ്റ ഭൂഖണ്ഡവും അതിനു മുന്നേ ഒരൊറ്റ കടലുമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ,
ഈ ഭൂഖണ്ഡത്തിന്റെ പേര് പാൻജിയ എന്നും കടലിന്റെ പേര് പന്തലാസ എന്നുമാണ്, അല്ലെങ്കിൽ പാന്തലാസ എന്ന് പറയാം. പഠിക്കേണ്ട, അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പൊ പറഞ്ഞ ഈ സംഭവം ഈ പറഞ്ഞ പ്ലേറ്റ് ബൗണ്ടറികൾ അല്ലെങ്കിൽ പ്ലേറ്റുകളുടെ ചലനം, കാരണം ഒരു പ്ലേറ്റിന്റെ മുകളിൽ കടലുണ്ടായിരുന്നു, കരയുണ്ടായിരുന്നു, ആരൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ പ്ലേറ്റുകൾ പരസ്പരം ചലിച്ചതിന്റെ ഭാഗമായിട്ട് ഈ ഭൂഖണ്ഡം രണ്ടായി പിളർന്നു. ഓക്കെ, രണ്ടായിട്ട് പിളർന്നു. അതിന്റെ മുകളിലത്തെ ഭാഗത്തിന് യുറേഷ്യ എന്നും താഴത്തെ ഭാഗത്തിന് ഗോണ്ട്വാന ലാൻഡ് എന്നുമാണ് വിളിച്ചത്. അത്ര അറിഞ്ഞാൽ മതി. ഈ യുറേഷ്യ പിന്നെയും പിളർന്നു. ഓക്കെ, ഇതാ ഇവിടെ ഒരു ഭാഗമായിട്ട് മാറി. ഓക്കെ, യുറേഷ്യ ഇങ്ങനെ ഭക്ഷണങ്ങളായിട്ട് പിരിഞ്ഞു. അത്ര അറിഞ്ഞാൽ മതി. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഗോണ്ട്വാന ലാൻഡിന്റെ, ഇതിനകത്താണ്, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം പിന്നീട് ഇവിടുന്ന് അടർന്നു മാറി. ഇതിനെയാണ് ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് എന്ന് വിളിക്കുന്നത്. ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്. പിന്നീട് ഈ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് പതിയെ 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 എങ്ങോട്ട് ചെന്ന് കയറാൻ തുടങ്ങി, യുറേഷ്യൻ പ്ലേറ്റിന്റെ അടുത്തോട്ട് പോകാൻ തുടങ്ങി. ഇങ്ങനെ കൺവേർജ് ചെയ്ത് തുടങ്ങി. കൺവേർജ് ചെയ്ത് ഇങ്ങ് അടുത്തെത്തി. അപ്പോഴത്തേക്കും ഇവിടെ മുകളിൽ ആരുണ്ട്? യുറേഷ്യ ഉണ്ട്. താഴെ ഇപ്പോൾ ആര് നിൽക്കുകയാണ്? ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ എന്തുണ്ട്? കടലുണ്ട്. കടലിന്റെ പേരാണ് തെത്തിസ്. തെത്തിസ് എന്ന കടലുണ്ട്. അപ്പോൾ യുറേഷ്യൻ പ്ലേറ്റ്, ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്, ഇടയ്ക്കൊരു കടല്. എന്ത് സംഭവിച്ചു? ഇത് സംഭവിച്ചു. കണ്ടോ? ഇന്ത്യൻ പ്ലേറ്റ്, യുറേഷ്യൻ പ്ലേറ്റ്, ഇടയ്ക്കൊരു കടലിന്റെ പേര് തെത്തിസ്. എന്ത് സംഭവിച്ചു? ഈ പറഞ്ഞ ഇന്ത്യൻ പ്ലേറ്റ് വന്ന് യുറേഷ്യൻ പ്ലേറ്റിലോട്ട് ഇടിച്ചു കയറി. അപ്പൊ ഇടിച്ചു കയറുമ്പോൾ സ്ഥലമില്ലല്ലോ. അപ്പൊ എന്ത് പറ്റും? നിങ്ങൾ ആലോചിക്കുക, വണ്ടികൾ കൂട്ടിയിടിക്കുമ്പോൾ എന്ത് പറ്റും? ആ മെറ്റൽ ഭാഗത്തിന് ചളങ്ങി പോകത്തില്ലേ? അതുപോലെ ഇതും എന്ത് ചെയ്താൽ ഇങ്ങനെ ചളങ്ങി പോയി. ആര്? ഈ കടലായ തെത്തിസിന്റെ അടിഭാഗം. തെത്തിസിന്റെ അടിഭാഗം കണ്ട്, ഇത് അടിഭാഗം, തെത്തിസിന്റെ കടലിന്റെ ഉൾഭാഗം, അതിങ്ങനെ ഇടിച്ച് മടങ്ങി പൊങ്ങി. അതായത് പ്ലേറ്റുകൾ എന്ത് ചെയ്തു? പരസ്പരം വന്നു, കൂട്ടിയിടിച്ചു, ഇടിച്ച് പൊങ്ങി എന്തായിട്ട് മാറി? ഒരു പർവ്വതമായിട്ട് മാറി. ആ മാറിയ പർവ്വതമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഇന്നത്തെ ഇന്ത്യ ഉണ്ടല്ലോ, നമ്മൾ ഇന്നിപ്പോൾ കാണുന്ന നമ്മുടെ ഇന്ത്യ, ഇന്ത്യ, അല്ലെങ്കിൽ മുകളിലത്തെ പിക്ചർ എല്ലാം വെച്ച് പോകും. ഇന്ത്യയുടെ ഫുൾ മാപ്പ് ഉണ്ടോ? നോക്കിയേ, നമ്മുടെ ഇന്ത്യ ഉണ്ടല്ലോ, ഇന്ത്യ. ഇന്ത്യയുടെ ഈ ഒരു ഭാഗമൊക്കെ അപ്പൊ എന്തായിരുന്നു? തെത്തിസ്തിയുടെ ഭാഗമായിരുന്നു. ഇവിടെ യുറേഷ്യൻ പ്ലേറ്റും ഇതിന്റെ താഴോട്ട് വരുന്നതാണ് എന്ത്? ഇന്ത്യൻ പ്ലേറ്റ്. കൂട്ടിയിടിച്ചു. ഇവിടെ ഒരു വലിയ പർവ്വതം ഉണ്ടായി. ആ പർവ്വതം മടങ്ങിയിരിക്കുന്ന പർവ്വതമല്ലേ? സോ ഫോൾഡ് മൗണ്ടൻ. ആ പർവ്വതത്തിന്റെ പേരാണ് എന്ത്? ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും, സത്യം പറയാം യുറേഷ്യൻ പ്ലേറ്റ് ഇവിടെ നിൽക്കുകയായിരുന്നു, ഇന്ത്യൻ പ്ലേറ്റ് വന്ന് ഇടിച്ചു കയറി തെത്തിസ് എന്ന കടല് പൊങ്ങി. ആ പൊങ്ങിയതാണ് ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത്. കാരണം ഹിമാലയ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് നമുക്ക് മറൈൻ ക്രീച്ചേഴ്സ്, അഥവാ കടലിലുള്ള ഈ പറയുന്ന ക്രീച്ചേഴ്സിന്റെ എന്ത് കിട്ടിയിട്ടുണ്ട്? അസ്ഥികൂടം കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് പണ്ട് കടലിനടിയായിരുന്നു. എത്ര വർഷം മുമ്പായത്? ഇത് ഏതാണ്ട് 150 മുതൽ 160 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ ആണ് കേട്ടോ. അടുത്തൊന്നും അല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴും ചലനം നടക്കുന്നതെന്നും അത് കാരണം ഹിമാലയ പർവ്വതത്തിന്റെ ഉയരം ഇപ്പോഴും കൂടുന്നുണ്ടെന്നും ഒക്കെ തിയറികളുണ്ട്. അപ്പൊ ഇതാണ് ഫോർമേഷൻ ഓഫ് ഹിമാലയാസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ? ദ റോക്ക് ലെയർ എലോങ് ദ കൺവേർജന്റ് ബൗണ്ടറി ഗെറ്റ് ഫോൾഡഡ് അപ്പ് ടു ഡ്യൂ ടു ദ കംപ്രഷൻ ഓഫ് ദ ലിത്തോസ്ഫിയർ പ്ലേറ്റ് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഫോൾഡ് മൗണ്ടൻസ്. രണ്ടെണ്ണം കൂട്ടിച്ചേരുമ്പോൾ ഈ പറയുന്ന ഫോൾഡിങ് നടത്ത് ഫോൾഡ് മൗണ്ടൻ ഉണ്ടാകും. ദ ഇന്ത്യൻ പ്ലേറ്റ് വിച്ച് ഇൻക്ലൂഡ് ദ പെനിൻസുലാർ ഇന്ത്യ ആൻഡ് ദ ഓസ്ട്രേലിയൻ കോണ്ടിനെന്റ്. ഓക്കെ, അതായത് നമ്മുടെ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന സാധനം. ഏതിപ്പോ സാധനം? ഇവൻ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് എന്ത് ചെയ്തു? 180 to 160 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നോർത്തിലേക്ക് മൂവ് ചെയ്ത് യുറേഷ്യൻ പ്ലേറ്റുമായിട്ട് കൂട്ടിയിടിച്ചു. അവിടെ ഉണ്ടായിരുന്ന തെത്തിസ് എന്ന് പറയുന്ന സീ ബെഡ് ഉയർന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് ഇന്നത്തെ ഹിമാലയ പർവ്വതമായിട്ട് മാറി. കിട്ടിക്കാണുമല്ലോ. ഇങ്ങനെയാണ് നമ്മുടെ ഹിമാലയ പർവ്വതം ഉണ്ടായത്. ഇതോടുകൂടി നമ്മുടെ ഹിമാലയ പർവ്വതത്തിന്റെ ഭാഗം കഴിഞ്ഞു. ഇനി നമ്മൾ പുതിയൊരു ടോപ്പിക്കിലോട്ട് പോവുകയാണ്. സോ ബെറ്റർ നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? ഈ ഒരു ഭാഗം കാണുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മൊത്തത്തിൽ അവിയൽ കുഴയുന്ന പോലെ കുഴയും. ഓക്കെ, കാരണം ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് പഠിച്ചു? ഒന്ന് പറയാൻ ശ്രമിച്ചേ. നിങ്ങൾ പഠിച്ചു ഇന്ത്യയെ നമുക്ക് 5ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫിസിയോഗ്രാഫി ഡിവിഷൻസ് പഠിച്ചല്ലോ. അതിൽ ആദ്യത്തേതാണ് നോർത്ത് മൗണ്ടൻ റീജിയൻ എന്ന് പഠിച്ചല്ലോ. അത് എവിടെ മുതൽ എവിടെ വരെ, ഏത് നദി മുതൽ ഏത് നദി വരെ, ഏത് മൗണ്ടൻ മുതൽ ഏത് മൗണ്ടൻ വരെ, നീളം എത്ര, വീതി എത്ര, എന്ത് തരം മൗണ്ടൻ ആണ് കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ട്രാൻസ് ഹിമാലയാസ്, ദ ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിൽസ്. അതിലെ ട്രാൻസ് ഹിമാലയത്തെ പറ്റി നമ്മൾ പഠിച്ചു. 3 പർവ്വതനിര ഉണ്ടെന്നൊക്കെ പഠിച്ചു. പാമ്പേരിനോട്ടോട് കണക്ട് ചെയ്തെന്ന് പഠിച്ചു. ഹിമാലയത്തെ പറ്റി പഠിച്ചു. അതിനെ 3ആയിട്ട് തിരിക്കാം. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ് എന്ന് പഠിച്ചല്ലോ. പൂർവ്വാചലം നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല, പിന്നീട് ടച്ച് ചെയ്തോളും. ഇപ്പൊ ഇത്രയും പിടി കിട്ടി. അതിൽ ഹിമാദ്രി എന്താണ്? ഗ്രേറ്റർ ആണ്. ഹിമാചൽ ലെസ് ആണ്. ശിവാലിക് ഔട്ടർ ആണെന്ന് പഠിച്ചു. ഇനി ഇതെല്ലാം എങ്ങനെയാണ് ഉണ്ടായതെന്നും പഠിച്ചു.
ഇനി നമ്മൾ ഈ പറയുന്ന ഹിമാലയ പർവ്വതത്തിനെ റീജിയണൽ ഡിവിഷൻസിനെ പറ്റി പഠിക്കാൻ പോവുകയാണ്. ഇതിനെ ഓരോ റീജിയൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് 3 എന്ന് പറഞ്ഞു പോകും. അപ്പോൾ അതിന് മുന്നേ ഇത്രയും സാധനം എഴുതി വരച്ച് പഠിച്ച് സെറ്റ് ആക്കിയിട്ട് ഇനി അങ്ങോട്ട് ക്ലാസ് കാണും. വഴിയല്ലേ? ഞാൻ എന്തായാലും ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. ദ ഹിമാലയാസ് ആൻഡ് ഇറ്റ്സ് റീജിയണൽ ഡിവിഷൻസ്. അതായത് നമ്മുടെ നദി പർവ്വതത്തിൻ്റെ ഇടയിൽ കൂടി ഒഴുകുമ്പോൾ പർവ്വതം ഇല്ലാണ്ടായിട്ട് ഇങ്ങനെയുള്ളൊരു സാധനം ഉണ്ടാകും. ഇതിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഗോർജസ് എന്ന് പറയുന്നത്. GORGES, ഗോർജസ്. കണ്ടോ? പർവ്വതങ്ങൾക്ക് ഇടയിലൂടെ നദി ഒഴുകുമ്പോൾ നദി പണ്ട് ഇവിടെ നിന്നുള്ള പാറകളെ കൊണ്ടുപോയി ഇവിടെ നമ്മൾ മഴ പെയ്ത് കഴിയുമ്പോൾ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കുഴി പോലെ പോകത്തില്ലേ, അതുപോലെ പണ്ട് നടന്നതാണിത്. അങ്ങനെ ഫോം ചെയ്യുന്ന ഗോർജസ്. അപ്പം നദികളും അത് ക്രിയേറ്റ് ചെയ്യുന്ന ഗോർജസ്. നദികളും അത് ക്രിയേറ്റ് ചെയ്യുന്ന ഗോർജസ്. കണ്ടോ? ഈ കാണുന്ന വരകളൊക്കെ നദികളാണ്. അപ്പോൾ ഈ നദികളും അത് ക്രിയേറ്റ് ചെയ്യുന്ന ഈ പറയുന്ന ചുരങ്ങൾ അല്ലെങ്കിൽ ചുരങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഗോർജസ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടോ നമുക്ക് ഹിമാലയ പർവ്വതത്തിനെ എത്രയായിട്ട് തിരിക്കാം? 3 ആയിട്ട് തിരിക്കാം. എത്രയായിട്ട് തിരിക്കാം? 3 ആയിട്ട് തിരിക്കാം. അപ്പോൾ എന്താ അവിടെ പറയുന്നത് നോക്കി. ദ റിവർ ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം ദ ഹിമാലയാസ് ക്രിയേറ്റ് ഡീപ്പ് ഗോർജസ് ഇൻ ദിയർ കോഴ്സ്. എന്ന് വെച്ചാൽ ഹിമാലയത്തിൽ ഉത്ഭവിക്കുന്ന നദികൾ ഒഴുകുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഡീപ്പ് ഗോർജസ് ക്രിയേറ്റ് ചെയ്യും. ഇത് എന്ത് ചെയ്യും? ഇത് നമ്മുടെ ഈ പറയുന്ന മൗണ്ടൻസിനെ കട്ട് ചെയ്ത് പോകും. ആ കട്ട് ചെയ്ത് പോകുന്ന ഗോർജസിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഹിമാലയ പർവ്വതത്തിനെ എത്രയായിട്ട് തിരിക്കാം? 3 ആയിട്ട് തിരിക്കാം. വെസ്റ്റേൺ ഹിമാലയാസ്, സെൻട്രൽ ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിമാലയാസ്. ഇതൊക്കെയാണ് വെസ്റ്റേൺ ഹിമാലയാസ്, സെൻട്രൽ ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിമാലയാസ്. കണ്ടോ? വെസ്റ്റേൺ, സെൻട്രൽ, ഈസ്റ്റ്. വെസ്റ്റ് ഇത് നമ്മുടെ ഇന്ത്യയുടെ വെസ്റ്റ്, ഇത് ഈസ്റ്റ്, ഇത് സെൻട്രൽ ഭാഗം. അപ്പോൾ വെസ്റ്റേൺ ഹിമാലയാസ്, സെൻട്രൽ ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിമാലയാസ് എന്നിങ്ങനെ 3 ആയിട്ട് തിരിക്കാനായിട്ട് പറ്റും. എത്രയായിട്ട് തിരിക്കാൻ പറ്റും? 3 ആയിട്ട് തിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ട്രാൻസ് ഹിമാലയാസ് ഇവിടെ ഉണ്ട്. പിന്നെ വരുന്നത് വെസ്റ്റേൺ, സെൻട്രൽ, ഈസ്റ്റ്. 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓരോ ഡിവിഷൻസ് നമുക്ക് പഠിക്കാം. തുടങ്ങാലോ? ആദ്യം പറയും. അപ്പോൾ ഒന്നും കൂടെ ഇതൊക്കെയാണ് വെസ്റ്റേൺ, സെൻട്രൽ, ഈസ്റ്റ്. നമുക്ക് നോക്കിയാൽ എങ്ങനെയാണ് തുടങ്ങുന്നത്? വെസ്റ്റേൺ ഹിമാലയാസ് എവിടെ മുതൽ എവിടെ? അപ്പോൾ ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, എന്താ ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദി ഇങ്ങനെ ഒഴുകി ഇതുവഴി ചെന്ന് പാകിസ്ഥാനിൽ പോകുന്നുണ്ട്. നദിയുടെ പേര് ഇൻഡസ്. അപ്പോൾ ഇൻഡസ് നദിയും ഇവിടെയായിട്ട് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും കാളി നദി. കണ്ടോ? ഈ ഇൻഡസ് നദിക്കും കാളി നദിക്കും ഇടയിലായിട്ട്, ഇൻഡസിനും കാളിക്കും ഇടയിലായിട്ട് വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെസ്റ്റേൺ ഹിമാലയം എന്ന് വിളിക്കുന്നത്. എങ്കിൽ കാളി നദി മുതൽ ഇവിടെ കണ്ടോ ടീസ്റ്റ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. അപ്പോൾ കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയാണ് സെൻട്രൽ ഹിമാലയാസ് എന്ന് പറയും. ഈ ടീസ്റ്റ നദി മുതൽ ഈ കാണുന്ന നദി സാങ്പോ, ഇതിന്റെ ബ്രഹ്മപുത്രയാണ്. അപ്പോൾ ഈ ബ്രഹ്മപുത്ര നദി ഇതുവഴി വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ബ്രഹ്മപുത്ര വരെയുള്ള ഭാഗത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈസ്റ്റേൺ ഹിമാലയാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കണ്ടോ നദികൾ. അപ്പോൾ ഇൻഡസ് നദി ഇതുവഴി ഒഴുകുന്നു. അപ്പോൾ ഇൻഡസിനും കാളിക്കും ഇടയ്ക്ക് പറഞ്ഞേ ഇൻഡസ് നദിക്ക് ഇവിടെ ഉണ്ടല്ലോ, ഇൻഡസ് നദിക്കും കാളി നദിക്കും അക്രോസ് ആയിട്ട് വെസ്റ്റേൺ ഹിമാലയ, കാളിക്കും ടീസ്റ്റയ്ക്കും ഇടയിലായിട്ട് സെൻട്രൽ ഹിമാലയ, ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയിലായിട്ട് ഈസ്റ്റേൺ ഹിമാലയാസ്. ഇങ്ങനെയാണ് നമ്മൾ റീജിയണലി ഹിമാലയ പർവ്വതത്തിന് എന്ത് ചെയ്തിട്ടുള്ളത്? ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. കണ്ടോ? ഇൻഡസ് ടു കാളി, കാളി ടു ടീസ്റ്റ, ടീസ്റ്റ ടു ബ്രഹ്മപുത്ര. ഓക്കെ, അറിഞ്ഞു വെച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നോക്കാം എന്താ സംഭവം. ആദ്യം പോകുന്നത് വെസ്റ്റേൺ ഹിമാലയത്തിനെ പറ്റിയിട്ടാണ്. ഇതിനെ പറ്റിയിട്ടാണ് വെസ്റ്റേൺ ഹിമാലയാസ്. തുടങ്ങാം. ഇവിടെ മുതൽ എവിടെ വരെ? ഇൻഡസ് നദി മുതൽ ഈ ഒഴുകുന്നതാണ് ഇൻഡസ് നദി. ഓക്കെ, ബൾട്ടിസ്ഥാൻ, ഗിൽജിറ്റ് വഴി പാകിസ്ഥാനിലോട്ട് പോകുന്നത് ഇവിടെ ഉള്ള ഇൻഡസ് നദി. അപ്പോൾ ഈ ഇൻഡസ് നദി മുതൽ ഇവിടെ കാണുന്ന കാളി നദി വരെ, ഇൻഡസ് നദി മുതൽ കാളി നദി വരെ, ഇൻഡസ് നദി മുതൽ കാളി നദി വരെ കാണുന്ന ഭാഗമാണ് വെസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഘാഗ്ര എന്ന് പറയുന്ന നദിയുടെ ട്രിബ്യൂട്ടറിയാണ് ഈ കാളി എന്ന് പറയുന്ന നദി. ഇവിടെ ഉത്തരാഖണ്ഡാണ്, ഇത് ഉത്തരാഖണ്ഡ്. അപ്പോൾ ജമ്മു കാശ്മീർ മുതൽ ഇത് ഉത്തരാഖണ്ഡാണ്. ഇത് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് അല്ലേ, ഈ പറഞ്ഞ ഹിമാചൽ പ്രദേശ്, അത് കഴിഞ്ഞിട്ട് ഉത്തരാഖണ്ഡിലെ കാളി നദി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഭാഗമാണ് വെസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. ഞാൻ പറഞ്ഞു കൺഫ്യൂഷൻ വന്ന് തുടങ്ങി. ഇത് എത്ര 3 എന്നുള്ളൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇത് ഓർഡറിൽ എഴുതി കേട്ട് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഹിമാലയത്തിൻ്റെ റീജിയണിൽ 3 ഡിവൈഡ് ചെയ്തു. വെസ്റ്റേൺ ഹിമാലയാസ്, സെൻട്രൽ ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിമാലയാസ്. അതിലെ വെസ്റ്റേൺ ഹിമാലയത്തിനെയും നമ്മൾ 3 ആയിട്ട് തിരിക്കുകയാണ്. ഏതൊക്കെയായിട്ടാണ്? ഒന്ന് കാശ്മീർ ഹിമാലയാസ്, ഹിമാചൽ ഹിമാലയാസ്, ഉത്തരാഖണ്ഡ് ഹിമാലയാസ്. കുറച്ച് എളുപ്പമാണ്. സ്റ്റേറ്റുകളെ പറ്റി ഐഡിയ ഉണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഈസിയാണ്. കാശ്മീർ ഹിമാലയാസ്, ഹിമാചൽ ഹിമാലയാസ്, ഉത്തരാഖണ്ഡ് ഹിമാലയാസ് എന്നിങ്ങനെ 3 ആയിട്ട് തിരിക്കാം. അപ്പോൾ നോക്കി,
അപ്പോൾ ദ വെസ്റ്റേൺ ഹിമാലയാസ് വിച്ച് സ്ട്രെച്ച് ഫ്രം ദ ഇൻഡസ് റിവർ ടു ദ നോർത്ത് ഓഫ് ദ ജമ്മു ആൻഡ് കാശ്മീർ. നോർത്ത് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിന്റെ നോർത്തിലെ ഇൻഡസ് നദി മുതൽ കാളി റിവർ, ദാറ്റ് ഈസ് ദ ഖാഗ്രാസ് ട്രിബ്യൂട്ടറി ഇൻ ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഉത്തരാഖണ്ഡ്. അപ്പോൾ ഉത്തരാഖണ്ഡിന്റെ ഈസ്റ്റേൺ പാർട്ട് വരെയാണ് നീണ്ടു കിടക്കുന്നത്. ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് മൂന്നായിട്ട്: കാശ്മീർ ഹിമാലയാസ്, ഹിമാചൽ ഹിമാലയാസ്, ഉത്തരാഖണ്ഡ് ഹിമാലയാസ്. അത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന കാശ്മീർ ഹിമാലയത്തിനെ പറ്റിയിട്ടാണ്. കാശ്മീർ ഹിമാലയാസ് എന്തൊക്കെയാണ് കാശ്മീർ ഹിമാലയാസ് എന്ന് പറഞ്ഞാൽ? ഇവിടെ നിങ്ങൾ ഓർത്തു വയ്ക്കാത്ത കുറേ പോയിന്റ് ഉണ്ട്. 3.5 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ വരും, 7000 to 5000 മീറ്റർ വരെ വീതി വരുന്ന ഒരു ഭാഗമാണ് എന്ത് കാശ്മീർ ഹിമാലയാസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കി, ദ കാശ്മീർ ഹിമാലയാസ് എക്സ്റ്റെൻഡ് ഓവർ 3.5 ലാക്ക് സ്ക്വയർ കിലോമീറ്റർ. അതായത് ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ഏതാണ്ട് 3.5 ലാക്ക് സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്. ഇവിടെ വരെ ജമ്മു കാശ്മീർ ലഡാക്ക് റീജിയൻ. ഈ ഭാഗമാണ് ജമ്മു കാശ്മീർ, ഈ ഭാഗമാണ് ലഡാക്ക്. ഓക്കെ, ഇത്രയും റീജിയനിലാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. 700 മുതൽ 500 കിലോമീറ്റർ വരെയാണ് വീതി. 700 മുതൽ 500 കിലോമീറ്റർ വരെയാണ് വീതി. ഇരുത്തോട്ടെ, ഇതെന്തായാലും ഓർക്കാൻ പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ഓർക്കണം. കാശ്മീർ ഹിമാലയം, ജമ്മു കാശ്മീർ. പണ്ട് നിങ്ങൾ ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും സ്ഥലമല്ലേ പഠിച്ചേ? അത് തന്നെ. അപ്പൊ ഇപ്പോൾ അത് മാറിയെന്നേ ഉള്ളൂ. അപ്പോൾ ജമ്മു കാശ്മീരിനും ലഡാക്കിലുമായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതാണ് കാശ്മീർ ഹിമാലയാസ് എന്ന് പറയുന്നത്. ഈ കാശ്മീർ ഹിമാലയാസിലുള്ള പ്രധാനപ്പെട്ട മൗണ്ടൻസ് ഏതൊക്കെയാണ്? നമ്മൾ ട്രാൻസ് ഹിമാലയത്തിൽ പഠിച്ചത് തന്നെ. കാരക്കോറം, ലഡാക്ക്, സാസ്കർ. പുതിയ ഒരെണ്ണമാണ് പിർപഞ്ചൽ. ഇതാണ് കാരക്കോറം, ലഡാക്ക്, സാസ്കർ, പിർപഞ്ചൽ. കാരക്കോറം, ലഡാക്ക്, സാസ്കർ, പിർപഞ്ചൽ. ഇവിടെ ഗ്രേറ്റർ ഹിമാലയാസ് ഉണ്ട്, അത് കൂടുതലും അങ്ങോട്ടായതുകൊണ്ട് നമ്മൾ പറയുന്നില്ലെന്നേ. അപ്പോൾ കാശ്മീർ ഹിമാലയാസിലായാലും ശരി, ട്രാൻസ് ഹിമാലയത്തിലായാലും ശരി, പ്രധാന മൗണ്ടൻസ് പഠിച്ചൊക്കെ എളുപ്പമല്ലേ. അപ്പോൾ ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സാസ്കറും, പിന്നെ വരുന്നത് പിർപഞ്ചൽ. 3 റേഞ്ചസ് ആണ് ഇവിടെ ഉള്ളത്. ഈ കാരക്കോറം റേഞ്ചസിനകത്താണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. ഈ കാരക്കോറം റേഞ്ചസിനകത്താണ്, പാമീർ നോട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കാരക്കോറം റേഞ്ചസ് അല്ലേ. ഈ കാരക്കോറം റേഞ്ചസിലാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. നിർഭാഗ്യവശാൽ അത് ഇന്ത്യയുടെ ഫുൾ കീഴിലെന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മൗണ്ട് കേറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ. ഈ ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് കേറ്റു സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഈ പറയുന്ന സ്ഥലത്താണ്. ഏത് സ്ഥലത്താണ്? കാരക്കോറം റേഞ്ചസിൽ. ഓക്കെ, ദ ഇമ്പോർട്ടന്റ് മൗണ്ടൻ റേഞ്ചസ് ആർ ഇൻ ദ കാശ്മീർ ഹിമാലയസ് ആർ ദ കാരക്കോറം, ലഡാക്ക്, സാസ്കർ ആൻഡ് പിർപഞ്ചൽ. ഇവിടെ തന്നെയാണ് മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറയുന്ന സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏറ്റവും ഹയസ്റ്റ്. ഏറ്റവും വലുത് എവറസ്റ്റ്, ഇന്ത്യയിലല്ല. അപ്പൊ രണ്ടാമത്തതാണ് മൗണ്ട് കേറ്റു. പക്ഷെ അത് ഇന്ത്യയിലാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാരുള്ള സിയാച്ചിൻ ബോർഡർ കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് ഈ ഒരു ഭാഗത്തൊക്കെയാണ് ഇത് വരുന്നത്. ഈ പറഞ്ഞ ഏത് വരുന്നത്? നമ്മുടെ കാരക്കോറം റേഞ്ചസും അതുപോലെ മൗണ്ട് കേറ്റും വരുന്നത്. ഈ ഒരു ഭാഗം സത്യത്തിൽ പാകിസ്ഥാന്റെ കയ്യിലാണെന്നുള്ള സത്യം നിങ്ങൾക്കറിയാവോ? ഇത് നമ്മൾ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്നാണ് പറയുന്നത്. പണ്ട് പാകിസ്ഥാൻ പട്ടാളം ഇവിടെ ഒട്ട് പിടിച്ചടക്കാൻ വന്നിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം. നമ്മൾ കുറേ ദൂരം എത്തിയപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന കാശ്മീർ രാജാവ് ഇന്ത്യക്കാരുമായിട്ടൊക്കെ ഇടപെട്ട്, അത് വേറൊരു കഥയാണ്, അടുത്ത പോലെ നിങ്ങൾ പഠിക്കും. ഇവിടെ വെച്ച് നമ്മളങ്ങ് ബ്ലോക്ക് ചെയ്തു. പിന്നെ അങ്ങോട്ട് പിടിക്കാൻ നമ്മളങ്ങ് പോയില്ല എന്നുള്ളതാണ് സത്യം. ആ പറയുന്ന സിയാച്ചിൻ ബോർഡർ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ബോർഡർ റീജിയനാണ്. ഇവിടെയാണ് നമ്മുടെ പട്ടാളക്കാരൊക്കെ ഈ തണുപ്പിലൂടെ നിൽക്കുന്നുണ്ട്. അതുപോലെ ഈ പറയുന്ന ബാൽത്താരോ, സിയാച്ചിൻ പോലെയുള്ള ഗ്ലേഷ്യറുകൾ ഇവിടെ ഉണ്ട്. എന്തുണ്ട്? ഗ്ലേഷ്യറുകളുണ്ട്. ഗ്ലേഷ്യർ എന്ന് വെച്ചാൽ ഹിമാനികൾ, മഞ്ഞുമൂടി കിടക്കുന്ന സ്ഥലം ഇവിടെ ഉണ്ട്. ഓക്കെ, സിയാച്ചിൻ, ബോൽത്താരോ ആർ ദ ഇമ്പോർട്ടന്റ് ഗ്ലേഷ്യേഴ്സ് ഇൻ ദ റീജിയൻ. ഓക്കെ, ഇവിടെയാണ് ഇൻഡസ്. അടുത്ത നദികളിലോട്ട് വരാം. അപ്പോൾ ഒന്നുകൂടെ, വെസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം വരും. അതിനെ 3ആയിട്ട് തിരിച്ചു: കാശ്മീര്, ഹിമാചൽ, ഉത്തരാഖണ്ഡ്. അതിൽ നമ്മളിപ്പോൾ പഠിച്ചത് കാശ്മീർ. കാശ്മീരിലെ പർവ്വത നിരകളെങ്കിലും അറിഞ്ഞു വയ്ക്കുക: കാരക്കോറം, ലഡാക്ക്, സാസ്കർ, പിർപഞ്ചൽ. ഇതിൽ കാരക്കോറം റേഞ്ചസിന്റെ പ്രത്യേകത ഇന്ത്യയിലെ ഉയരം കൂടിയത് അല്ലെങ്കിൽ ലോകത്തിലെ 2ാമത്തെ ഉയരം കൂടിയ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ തന്നെയാണ് സിയാച്ചിൻ ഗ്ലേഷ്യറും ബോൽത്താരോ ഗ്ലേഷ്യറും കാണുന്നത്. മാത്രമല്ല ഇൻഡസ്, അതിൻ്റെ 5 ട്രിബ്യൂട്ടറീസും ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജിന്റെ ജലവും ചിനാബും രവിയും ഒക്കെ ഒഴുകുന്നതും ഈ മൗണ്ടൻസിന്റെ കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സെറ്റല്ലേ? സെറ്റല്ലേ? അപ്പോൾ ആലോചിച്ച് നോക്കട്ടെ, അത് ഇതിങ്ങനെ മൗണ്ടൻസ് അല്ലേ? ഇങ്ങനെ മൗണ്ടൻസ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഈ മൗണ്ടൻസിനിടയിൽ കൂടി യാത്ര ചെയ്യും? മൗണ്ടൻസിനിടയിൽ കൂടി യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ ചുരങ്ങൾ അല്ലെങ്കിൽ മൗണ്ടൻ പാസുകൾ എന്ന് പറയും. ഒരു മൗണ്ടൻ ഇങ്ങനെ പോകും, ചില സ്ഥലത്ത് വെച്ച് ഈ മൗണ്ടൻ ഇങ്ങനെ ഇല്ലാണ്ടാകും.
അതായത് ഇങ്ങനെ ഉയർന്നു പോകുന്ന മൗണ്ടൻസ് ചില സ്ഥലത്ത് വെച്ച് ഇങ്ങനെ ഇല്ലാണ്ടായിട്ട് പോകും. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൗണ്ടൻ പാസസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന കാശ്മീർ ഹിമാലയത്തിൽ കാണുന്ന മൗണ്ടൻ പാസസിൽ ഒന്നാണ് നമ്മുടെ ബനിഹാൽ ചുരം. കണ്ടോ, ബനിഹാൽ ചുരം ഏത് മൗണ്ടൻസിലായിരിക്കും? പിർപഞ്ചൽ റേഞ്ചസിലായിരിക്കും. എവിടെയായിരിക്കും? പിർപഞ്ചൽ റേഞ്ചസിൽ കാണുന്ന ഈ പറയുന്ന ബനിഹാൽ ചുരം ജമ്മുവിനെയും കാശ്മീരിനെയും തമ്മിൽ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യും. ഓക്കെ, ദ ഫ്രൈറ്റ് ആൻഡ് പാസഞ്ചർ മൂവ്മെന്റ്. ഫ്രൈറ്റ് എന്ന് വെച്ചാൽ സാധനങ്ങൾ, ഗുഡ്സ്. പാസഞ്ചർ എന്ന് വെച്ചാൽ ജനങ്ങൾ. ഇവരുടെ മൂവ്മെന്റ് ഈ രണ്ട് സ്ഥലത്തൂടെ നടക്കുന്നത് മൗണ്ടൻ പാസോട് വഴിയാണ്. ഇത് സിയാച്ചിൻ ഗ്ലേഷ്യർ പട്ടാളക്കാർ നിൽക്കുന്നതാണ് കേട്ടോ. ഈ പാസസ് ഇവിടെ കാണും. പ്രധാനപ്പെട്ട ഒന്നാണ് ബനിഹാൽ ചുരം ഇൻ ദ പിർപഞ്ചൽ, കണക്ട് ജമ്മു ആൻഡ് കാശ്മീർ വാലീസ്. കണ്ടോ, ഇത് കാശ്മീർ, ഇത് ജമ്മു. അത് തിരിഞ്ഞു, അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ? അതന്നെ. അപ്പൊ ഈ പറയുന്ന സ്ഥലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് കണ്ടോ. അതായത് ഇവിടെ ഒരു മൗണ്ടൻ ഉണ്ട്, ഈ മൗണ്ടൻ ഇടയിൽ പാസ് ഉണ്ട്, ഇതുവഴി പോകും. ഇത് മാത്രമൊന്നുമല്ല, ബനിഹാൽ അല്ല, കർദൂങ്ല, സോജില, ഇങ്ങനെ പറയുന്ന വല്ല പാസസും ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കണ്ട, നമ്മൾ അറിയാന്നുള്ളത് മാത്രം പഠിച്ചാൽ ഇത് IAS കാരുടെ നോട്ട് ചെയ്ത് അടിച്ചു മാറ്റിയതാണ്. നമ്മൾ ബനിഹാൽ ചുരം മാത്രം അറിഞ്ഞാൽ മതി. പിക്ചർ കണ്ട് ഓർത്തു വെച്ചില്ലെങ്കിൽ പിന്നെ മറന്നുപോകും. അപ്പോൾ കാശ്മീർ ഹിമാലയത്തിലുള്ള മൗണ്ടൻ പാസിന്റെ പേരാണ് ബനിഹാൽ ചുരം. ഇവിടെ ഉള്ള ജമ്മുവിനെ ഇവിടെയുള്ള കാശ്മീരുമായിട്ട് കണക്ട് ചെയ്യുന്നു. പിർപഞ്ചലിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. കിട്ടി. ഓക്കെ, സെറ്റ്. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ പാസസ് എന്ന് പറയുന്നത്. ഇനി തടാകങ്ങൾ. കാശ്മീർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓർമ്മ വരുന്ന സിനിമയാണ് കീർത്തി ചക്ര. അതിലൊരു പാട്ടുണ്ടല്ലോ അല്ലേ? ആ പാട്ടിൽ കാണിക്കുന്നുണ്ടല്ലോ ഇതുപോലത്തെ ഒരു തടാകം. ഈ തടാകം എന്ന് പറയുന്നതാണ് ദാൽ തടാകം. ഈ തടാകത്തിന്റെ പേരാണ് ദാൽ തടാകം. എവിടെയാണ്? കാശ്മീരിലാണ്. ഇവിടുത്തെ ഈ കാണുന്ന ബോട്ടുകളുടെ പേരാണ് ഷിക്കാര ബോട്ടുകൾ. ഈ ഷിക്കാര ബോട്ടുകളും അതുപോലെ ദാൽ തടാകവും ഒക്കെ കാണപ്പെടുന്നത് കാശ്മീർ ഹിമാലയത്തിൽ ആണ്. ഓക്കെ, ദ ന്യൂമറസ് ഫ്രഷ് വാട്ടർ ലേക്സ് ഇൻ ദ കാശ്മീർ ഹിമാലയാസ്, ദ ദാൽ ലേക്ക് ഇൻ ദ ശ്രീനഗർ. ഓക്കെ, ശ്രീനഗർ പട്ടണം ഇരിക്കുന്നത് തന്നെ ഈ ദാൽ ലേക്കിന്റെ തീരത്താണ്. ഇവിടുത്തെ ഷിക്കാര ബോട്ടും ഒക്കെ എന്താണ്? പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങൾ ആകുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ കാണുന്ന മറ്റൊന്നാണ് മാർഗ്. നിങ്ങൾ ഗുൽമാർഗ് എന്ന് കേട്ടിട്ടുണ്ടോ? വേറൊന്നുമല്ല, ഈ പറയുന്ന കാശ്മീരിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഒന്നാണ് ഈ പറയുന്ന ഗുൽമാർഗ്. മഞ്ഞുകാലം ആകുമ്പോൾ ഇതുപോലെ മഞ്ഞുമൂടി കിടക്കുമെങ്കിൽ അല്ലാത്ത സമയത്ത് ഇങ്ങനെ എന്ത് പറ്റും? പുൽമേടുകളായിട്ട് കാണുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ മാർഗ് എന്ന് വിളിക്കുന്നത്. മാർഗ് അഥവാ നമ്മൾ ഇംഗ്ലീഷിൽ ഇതിനെ എന്ത് വിളിക്കും? മെഡോസ് എന്ന് വിളിക്കും. പുൽമേടുകൾ. ഓക്കെ, സമ്മർ സമയത്ത് മഞ്ഞ് കുരുകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പുൽമേടായിട്ടും, വിന്റർ ഉള്ള സമയത്ത് ഇതുപോലെ മഞ്ഞ് മൂടി കിടക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് ഇത്. ഓക്കെ, മാർഗ് ആർ ദ മെഡോസ് ഫോംഡ് അലോങ് ദ മൗണ്ടൻ സ്ലോപ്സ് ഡ്യൂറിംഗ് ദ സമ്മർ സീസൺ. ഓക്കെ, ഇതെന്ത് പറ്റും? മഞ്ഞ് മൂടി കിടക്കുകയായിരിക്കും. സോൻമാർഗ്, ഗുൽമാർഗ് ഒക്കെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണ്. ഓക്കെ, നമ്മൾ ഈ ഇടയ്ക്കൊരു വേണ്ട, ആവശ്യമില്ല, കോൺട്രവേഴ്സി ഒന്നും സംസാരിക്കാം. അപ്പോൾ ഇതാണ് എന്ത്? കാശ്മീർ ഹിമാലയാസ് എന്ന് പറയും. എങ്കിൽ അടുത്ത് വരുന്നതാണ് ഇത് ഹിമാചൽ ഹിമാലയാസ്. അപ്പോൾ പറഞ്ഞേ എവിടെ ഹിമാചൽ ഹിമാലയാസ്? നമ്മൾ പറഞ്ഞു നമുക്ക് ഹിമാലയത്തിനെ എത്ര എടുത്തിരിക്കാം? വെസ്റ്റേൺ ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിമാലയാസ്, സെൻട്രൽ ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിമാലയാസ്. ഈ വെസ്റ്റേൺ ഹിമാലയത്തിന് വീണ്ടായിട്ട് തിരിച്ചു കാശ്മീർ, ഹിമാചൽ, ഉത്തരാഖണ്ഡ്. അതിലെ കാശ്മീർ പഠിച്ചു. അടുത്ത് വരുന്നതാണ് ഏത്? ഹിമാചൽ. ഹിമാചൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് കൂടുതലായിട്ട് കാണുന്നത് കൊണ്ട് തന്നെയാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? ഹിമാചൽ ഹിമാലയാസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഇൻഡസ് നദിയുടെ കീഴിൽ വരുന്ന ചിനാബും രവിയും ബിയാസും ഒക്കെ കാണപ്പെടുന്നത് ഇവിടെയാണ്. കണ്ടോ, ചിനാബ്, രവി, ബിയാസ് ഒക്കെ കാണപ്പെടുന്നത് ഈ ഹിമാചലിന്റെ ഭാഗത്താണ് ഇത് ഉത്ഭവിക്കുന്നതെന്ന് നമുക്ക് പറയാം. കുളു വാലി, കംഗ്ര വാലി പോലെയുള്ള വാലീസും എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കാണും. അപ്പൊ നോക്കിയേ, ഹിമാചൽ ഹിമാലയാസ് കൂടുതലും കാണുന്നത് ഹിമാചൽ പ്രദേശിൽ. ചിനാബ്, രവി, ബിയാസ് നദികളൊക്കെ കാണപ്പെടുന്നത് ഇവിടെയാണ്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഹിൽ റേഞ്ചസ് ആണ് ധൗളാധർ, പിർപഞ്ചൽ എന്നൊക്കെ പറയുന്നു. ഇവിടെ കാണുന്ന തടാകങ്ങളൊക്കെ നോക്കാം. അപ്പൊ ആദ്യം ഇത്രയും പിടികിട്ടിയല്ലോ. അപ്പൊ ഹിമാചൽ പ്രദേശ് നിങ്ങൾ ചേട്ടന്മാരൊക്കെ വല്ലവരൊക്കെ ഈ കോളേജിലൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവര് ഈ ടൂർ പോകുന്ന സ്ഥലത്തിലൊന്നാണ് ഈ ഹിമാചൽ. കുളു മണാലി എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആ കുളു മണാലിയൊക്കെ കാണപ്പെടുന്നത് ഈ ഹിമാചലിന്റെ ഭാഗത്താണ്. അത് നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന അടിപൊളി സ്ഥലങ്ങളാണ്. അവസരം കിട്ടിയാൽ നിങ്ങൾ പോകണം. ഓക്കെ, അപ്പോൾ ഹിമാചൽ പ്രദേശിൽ കാണുന്ന ഹിമാലയത്തിന്റെ ഭാഗം ഹിമാചൽ ഹിമാലയാസ്. ധൗളാധർ, പിർപഞ്ചൽ പോലെയുള്ള പർവ്വതങ്ങൾ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇവിടെ തുടങ്ങുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഇതെന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട മൗണ്ടൻ പാസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വരുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? റോത്തങ് പാസ്. കണ്ടോ, റോത്തങ് പാസ്. പിന്നെ ഒന്നാണ് ബാരാലച്ച ലാ പാസ്. ഇതൊക്കെയാണ് ബാരാലച്ച ലാ പാസും റോത്തങ് പാസും ഇവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് മൗണ്ടൻ പാസ് ആണ്. അപ്പൊ നോക്കിയേ, റോത്തങ് പാസ് എവിടത്തെ എങ്ങോട്ടായിരിക്കും കണക്ട് ചെയ്യുന്ന? റോത്തങ് പാസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെ കിടപ്പുണ്ട്. ഓക്കെ, ദ ബാരാലച്ച ലാ പാസ് ദാറ്റ് കണക്ട്
ഹിമാചൽ പ്രദേശ് വിത്ത് ലഡാക്ക്. കണ്ടോ, ബാരാലച്ചാല ഹിമാചൽ പ്രദേശ്, ഇത് ഈ ഭാഗം ലഡാക്ക് അല്ലേ, ജമ്മു കാശ്മീരിന്റെ ഭാഗം ലഡാക്ക്. അപ്പൊ ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് കണക്ട് ചെയ്യുന്നത് ബാരാലച്ചാല പാസ്. ബാരാലച്ചാല പാസ്. ഓക്കെ, ലഡാക്കിനെ കണക്ട് ചെയ്യുന്നു എന്ന് ആലോചിച്ചാൽ മതി. ഹിമാചലിനെ ലഡാക്കിലുമായിട്ട് കണക്ട് ചെയ്യുന്നത് ബാരാലച്ചാല. പിന്നെ വരുന്നതാണ് എന്ത്, നമ്മുടെ റോത്തങ് പാസ്. ഈ ബൈക്കിൽ ബുള്ളറ്റ് എടുത്ത് കാശ്മീരിൽ പോകണോ അല്ലെങ്കിൽ ജമ്മുവിലേക്ക് പോകണോ അല്ലെങ്കിൽ ഹിമാലയത്തിൽ പോകണമെന്ന് പറയുന്നവരൊക്കെ പോകുന്ന ആ വഴിയാണ് ഈ പറയുന്ന റോത്തങ് പാസ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. കുളു വാലിനെ ലഹൂൽ സ്പിറ്റി വാലി ആയിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പൊ കണ്ടോ, കുളു വാലിനെ ലഹൂൽ സ്പിറ്റി വാലി ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന റോത്തങ് പാസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒന്ന് കേട്ടൊക്കെ വയ്ക്കാനേ പറ്റുള്ളൂ. ഒരുപാട് ഇത്രയൊന്നും കാണാതെ നിങ്ങൾ ഓർത്ത് വയ്ക്കത്തില്ല എന്നറിയാം, എങ്കിലും മാക്സിമം ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, മൂന്നാമത് വരുന്നതാണ് ഇവിടുത്തെ ലേക്സ്. കണ്ടോ, ഈ പറയുന്ന നമ്മുടെ ചന്ദ്രതാൽ, സൂരജ് താൽ എന്നൊക്കെ പറയുന്നത് ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട ഹിമാചൽ പ്രദേശാണ്. ഈ ഹിമാചലിനെ വലുതാക്കി വരച്ചേക്കാണ്. ഓക്കെ, ഇതാണ് സംഭവം എന്ന് പറയും. ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട ലേക്കാണ് സൂരജ് താൽ, ചന്ദ്രജ് താൽ എന്നൊക്കെ പറയുന്ന ലേക്സ്. ഓക്കെ, കുളു വാലി, കംഗ്ര വാലി, ലഹൂൽ വാലി, അതുപോലെ എന്താണ് ഷിംല, മണാലി പോലെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഒക്കെ കാണപ്പെടുന്നത് ഇവിടെയാണ്. ഇവിടെ ഹോട്ട് സ്പ്രിങ്സും ഉണ്ട്. കേട്ടിട്ടുണ്ട്, ഹിമാചൽ പ്രദേശിനകത്ത് ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഭൂമിക്കടിയിലുള്ള ചൂടുണ്ടല്ലോ, ഈ ചൂട് കാരണം വെള്ളം തിളച്ചു വരുന്നതാണ് സംഭവം. ഓക്കെ, നല്ല സ്ഥലമാണ്, ഞാൻ പോയിട്ടുണ്ട്, അടിപൊളിയാണ്. മൂന്നാമത് വരുന്നതാണ് ഉത്തരാഖണ്ഡ് ഹിമാലയാസ്. അപ്പോൾ കാശ്മീർ ഹിമാലയാസ്, ഹിമാചൽ ഹിമാലയാസ്, ഉത്തരാഖണ്ഡ് ഹിമാലയാസ്, ഇത് മൂന്ന് എന്തിനകത്താണ് വരുന്നത്? വെസ്റ്റേൺ ഹിമാലയാസിനകത്ത് വരുന്നതാണ്. അതിൽ വരുന്നതാണ് ഉത്തരാഖണ്ഡ് ഹിമാലയാസ്. ഉത്തരാഖണ്ഡിന്റെ ഭാഗത്തായിട്ട് കാണപ്പെടുന്നു. ഈ ഉത്തരാഖണ്ഡ് ഹിമാലയാസത്തിന്റെ ഈ ഒരു ഭാഗത്തിന് ഗാർവാൽ ഹിൽസ് എന്നും ഈ ഒരു ഭാഗത്തിന് കുമയൂൺ ഹിൽസ് എന്നും വിളിക്കും. ഈ ഉത്തരാഖണ്ഡിന്റെ ഈ ഒരു ഭാഗത്തിന് വിളിക്കുന്ന പേര് ഗാർവാൽ ഹിൽസ്. കണ്ടോ, ഗാർവാൽ ഹിൽസ്. ഈ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് കുമയൂൺ ഹിൽസ് എന്ന് പറയും. ഓക്കെ, എന്ന് വിളിക്കും കുമയൂൺ ഹിൽസ്. അപ്പൊ നോക്കിയേ, ദ ഉത്തരാഖണ്ഡ് ഹിമാലയാസ് പാർട്ട് ഓഫ് ദ ഹിമാലയാസ് എക്സ്റ്റെൻഡ് ഫ്രം റിവർ സത്ലജ് ടു റിവർ കാളി. അതായത് ഈ ഭാഗത്തുള്ള റിവർ സത്ലജ്, ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് പഠിച്ചിട്ടില്ലേ? സത്ലജ് ഇൻഡസ് നദിയുടെ ട്രിബ്യൂട്ടറിയാണ്. അപ്പൊ ഈ സത്ലജ് മുതൽ കാളി നദി വരെ കിടക്കുന്ന ഭാഗമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയാസ്. അതിന് നമുക്ക് എത്ര ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 2. ഗാഡ്വാൽ ഹിമാലയാസ് എന്നും കുമയൂൺ ഹിമാലയാസ് എന്നും ഉണ്ട്. നമ്മുടെ ഇന്ത്യ പ്രധാനപ്പെട്ട പർവ്വതനിരകളായിട്ടുള്ള നന്ദാദേവി, കാമേറ്റ്, ബദ്രീനാഥ്, കേദാർനാഥ് ഒക്കെ ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, നമ്മുടെ ഗംഗാ നദി ഉത്ഭവിക്കുന്ന ഗംഗോത്രി ഗ്ലേഷ്യറും യമുനാ നദി ഉത്ഭവിക്കുന്ന യമുനോത്രി ഗ്ലേഷ്യറും കാണപ്പെടുന്നതും ഇവിടെ തന്നെയാണ്. നൈനിറ്റാൽ, ഭീംതാൽ പോലെയുള്ള ഫ്രഷ് വാട്ടർ ലേക്സ് നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് പറ്റും. അപ്പോൾ ഉത്തരാഖണ്ഡിനെ പറ്റി ആലോചിച്ചാൽ മതി. അപ്പോൾ ഉത്തരാഖണ്ഡ് സത്ലജ് നദി മുതൽ കാളി നദി വരെ, കുമയൂൺ ഹിമാലയാസ് ഗാഡ്വാൾ ഹിമാലയാസ് എന്നും കുമയൂൺ ഹിമാലയാസ് എന്നും വിളിക്കുന്നു. നമ്മുടെ ഉത്തരാഖണ്ഡിലാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്ന ഗംഗോത്രി ഗ്ലേഷ്യർ, യമുനാ നദി ഉത്ഭവിക്കുന്ന യമുനോത്രി ഗ്ലേഷ്യറും ഒക്കെ എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. പർവ്വതങ്ങളപ്പോൾ ഉണ്ടാവുമല്ലോ, നന്ദാദേവി, കാമേറ്റ്, ബദ്രീനാഥ് പോലെയുള്ള പുണ്യ സ്ഥലങ്ങളൊക്കെ ഇവിടെയാണ് ഉള്ളത്. കണ്ടോ, ഗംഗോത്രി ഗ്ലേഷ്യർ അവിടെ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. അതിന് തൊട്ടടുത്തു നിന്നാണ് യമുനാ നദി ഉത്ഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഫ്രഷ് വാട്ടർ ലേക്ക് ആയിട്ടുള്ള നൈനിറ്റാൽ, ഭീംതാൽ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്. ഇവിടെ കാണുന്ന നമ്മൾ അവിടെ പഠിച്ച മെഡോസ് പോലെ കാണുന്ന മറ്റൊന്നാണ് ഡ്യൂൺസ്. നിങ്ങൾ ഡെറാഡൂൺ എന്ന് കേട്ടിട്ടുണ്ടോ? ഹിമാചലിന്റെ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിന്റെ ഡെറാഡൂൺ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഈ ഡെറാഡൂൺ എന്ന് വെച്ചാൽ എന്താണ്? 2 പർവ്വതങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഫ്ലാറ്റ് മണ്ണ് മൂടി കിടക്കുന്ന വാലീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡ്യൂൺസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഉത്തരാഖണ്ഡ് ഹിമാലയാസിലാണ് എന്ത് കാണുന്നത്? ഡ്യൂൺസ്. ഫ്ലാറ്റ് വാലീസ് ഇൻ ബിറ്റ്വീൻ ലെസർ ഹിമാലയാസ് ആൻഡ് ശിവാലിക്സ്. കണ്ടോ, ഇത് ഒരു മൗണ്ടൻ, ഇത് മറ്റൊരു മൗണ്ടൻ, ഇത് മറ്റൊരു മൗണ്ടൻ. ഈ മൗണ്ടൻ ഇടയിൽ കാണുന്ന ഈ ഭാഗത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാലി എന്ന് വിളിക്കും. ചിലപ്പോൾ മണ്ണ് മൂടി ഈ വാലി ഫ്ലാറ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ ഇതാണ് ഫ്ലാറ്റ് വാലി എന്ന് വിളിക്കുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡ്യൂൺസ് എന്ന് വിളിക്കുന്നത്. ഡെറാഡൂൺ, പുത്ലി ഡൂൺ, പത്ലി ഡൂൺ എന്നൊക്കെ പറഞ്ഞ് കുറേ ഡൂണുകളുണ്ട്. ഓക്കെ, അതുപോലെ ഈ പറയുന്ന സ്ഥലത്ത് കാണുന്ന പുൽമേടുകളുണ്ട്. അതിൻ്റെ പേരാണ് ബുഗേൽസ് എന്ന് പറയും. ആൽപൈൻ സമ്മർ മെഡോസ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ പറയുന്ന സ്ഥലത്ത് കാണുന്ന പുൽമേടുകൾ സമ്മർ സമയത്ത് മാത്രമേ കാണൂ, അല്ലാത്തപ്പോൾ മഞ്ഞുമുടി കിടക്കും. അതിനാണ് ബുഗേൽസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ അവിടെ വേറൊന്ന് പഠിച്ചു. ഏതാണ്? നമ്മൾ നേരത്തെ മറ്റൊരു മുമ്പത്തേലും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ബുഗേൽസ്. ദ ആൽപൈൻ സമ്മർ മെഡോസ് along the higher altitude mountain slopes of the region is called ബുഗേൽസ്. ഓക്കെ, ഈ ബുഗേൽസ് മഞ്ഞിനടിയിലായിരിക്കും വിന്ററിൽ, സമ്മർ ആവുമ്പോൾ പുറത്ത് വരും. ഓക്കെ, ദയാര ബുഗിയൽ, ഗോർസൺ ബുഗിയലൊക്കെയാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ദയാര ബുഗിയൽസും ഗോർസൺ ബുഗിയൽസും. ഇത് പറയുമ്പോൾ നമ്മുടെ വെസ്റ്റേൺ ഹിമാലയാസ് കഴിഞ്ഞു. അടുത്ത് 2 ഭാഗങ്ങളാണ്, അതും കൂടി ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാം, കവർ ചെയ്യാം. സെൻട്രൽ ഹിമാലയാസ്. അപ്പോൾ ഇത് വെസ്റ്റ്, ഇത് സെൻറ്റർ, ഇത് ഈസ്റ്റ്. ഇതിനകത്ത് കാശ്മീർ, ഹിമാചൽ, ഉത്തരാഖണ്ഡ്. അപ്പോൾ നടുക്ക് വരുന്നതാണ് എന്ത്? സെൻട്രൽ ഹിമാലയാസ്. ഇവിടെ മുതൽ എവിടം വരെ ആയിരിക്കും? കാളി നദി മുതൽ ടീസ്റ്റാ നദി വരെ. ഒന്നാമത്തെ പോയിന്റ് പഠിച്ചു. ഇവിടെ കാളിയിലല്ലേ തീർന്നത്? അപ്പോൾ കാളി നദി മുതൽ ടീസ്റ്റാ നദി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്?
സെൻട്രൽ ഹിമാലയാസ് എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ ഈ സെൻട്രൽ ഹിമാലയസിന്റെ പരിപൂർണമായിട്ടുള്ള പല ഭാഗങ്ങളും നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്താണ് കിടക്കുന്നത്, ഇന്ത്യയിലല്ല. സിക്കിമിന്റെ ഈ ഒരു കുറച്ച് ഭാഗം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, സിക്കിമിന്റെയും ഡാർജിലിംഗിന്റെയും ഭാഗം. സിക്കിം ഡാർജിലിംഗ് എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് അറിയാവോ എവിടെയൊക്കെയാണെന്ന്? നമ്മുടെ ഇന്ത്യയിൽ സൂക്ഷിച്ചു നോക്കി കണ്ടോ, ഇത് ഉത്തരാഖണ്ഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ താഴോട്ട് പോയിട്ട് ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? ഇവിടെ എത്തിയിട്ട് സിക്കിം ഇങ്ങനെയല്ലേ പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ മാപ്പ്. അപ്പൊ ഈ ഭാഗത്തിന്റെ കൂടുതൽ ഭാഗം, അപ്പൊ ഇത് ഏത് രാജ്യമാണ്? ഇത് നേപ്പാൾ എന്ന് പറയുന്ന രാജ്യമാണ്, നേപ്പാൾ. അപ്പോൾ സെൻട്രൽ ഹിമാലയാസ് ഒന്നാമത്തെ പോയിന്റ് എവിടെ മുതൽ എവിടെ വരെ? കാളി നദി മുതൽ ടീസ്റ്റ നദി വരെ. കൂടുതൽ ഭാഗവും എവിടെയാണ്? നേപ്പാളിലാണ്. സിക്കിമിന്റെ ഭാഗം മാത്രമേ ഇന്ത്യക്കകത്തുള്ളൂ. സിക്കിമിന്റെയും ഡാർജിലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെസ്റ്റ് ബംഗാളിന്റെ ഒരു എക്സ്റ്റൻഷൻ ഇവിടെ കിടപ്പുണ്ട്, അതിനാണ് ഡാർജിലിംഗ് എന്ന് പറയുന്നത്. ഡാർജിലിംഗ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചായപ്പൊടി ഓർമ്മ ഒന്നതാണ് അല്ലെ? ടീ കൾട്ടിവേഷൻ ഫേമസ് ആയ സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? ഡാർജിലിംഗ് എന്ന് പറയും. ഇനി കേട്ടോ, ഈ ഹിമാദ്രി കാണുന്ന മൗണ്ട് എവറസ്റ്റ് അതുപോലെ ഉയരം കൂടിയ പല പീക്സും എവിടെയാണ് കാണപ്പെടുന്നത്? നേപ്പാളിലാണ്. അത് സെൻട്രൽ ഹിമാലയത്തിന്റെ ഭാഗമാണ്. അപ്പൊ നോക്കിയേ, സെൻട്രൽ ഹിമാലയ എവിടെയാണ്? കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയാണ്. ഇതിനെ നേപ്പാൾ ഹിമാലയ എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ട്? കാരണം മെജോറിറ്റി നേപ്പാളിലായതുകൊണ്ട്. നമ്മുടെ സിക്കിമിന്റെ ഭാഗവും ഡാർജിലിംഗിന്റെ ഭാഗവും മാത്രമേ ഇന്ത്യയിലുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത് നേപ്പാളിലാണ്. കാഞ്ചൻജംഗ പർവ്വതനിര അത് ഏതാണ്ട് സിക്കിം നേപ്പാൾ ബോർഡറിന്റെ ഭാഗത്താണ്. അത് ഇവിടെ ഉണ്ട്, അതും ഇവിടെ ഉണ്ട്. ഓക്കെ, അതുപോലെ പാസസ്. ഏത് പാസ്? നാഥുല പാസ്. കണ്ടോ, നാഥുല പാസ് സിക്കിമിനെ ചൈനയുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതായത് ഇന്ത്യയെ അല്ലെങ്കിൽ സിക്കിമിനെ ചൈനയുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയെ ചൈനയുമായിട്ട് കണക്ട് ചെയ്യുന്ന പാസ്സാണ് നാഥുല പാസ്. എന്താണ് നാഥുല പാസ്? ഇതുവഴിയാണ് നമ്മുടെ ടീസ്റ്റ നദി എന്ത് ചെയ്യുന്നത്? ഒഴുകി പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ നദി. അതുകൊണ്ടാണ് അവിടെ സ്വിഫ്റ്റ് ഫ്ലോയിങ് എന്ന് എഴുതി വെച്ചേക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി. ഇനി ഡാർജിലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ടീ കൾട്ടിവേഷൻ. ബ്രിട്ടീഷുകാർ ടീ പ്ലാന്റേഷൻ തുടങ്ങി ടീ കൾട്ടിവേഷൻ ഫേമസ് ആയ സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? ഡാർജിലിംഗ് എന്ന് പറയുന്നത്. കിട്ടി കാണുമല്ലോ. അപ്പൊ അടുത്ത് വരുന്ന ഈസ്റ്റേൺ ഹിമാലയസ്. ഒന്നും കൂടെ റീജിയണലി നമ്മൾ ഹിമാലയസിനെ എത്ര ഡിവൈഡ് ചെയ്തു? വെസ്റ്റ്, സെൻട്രല്, ഈസ്റ്റ്. ഇവിടെയാണെങ്കിൽ കാശ്മീർ, ഹിമാചൽ, ഉത്തരാഖണ്ഡ്. ഇവിടെയാണെങ്കിൽ ഇപ്പൊ പഠിച്ചു. ഇനി വരുന്നതാണ് ഈസ്റ്റേൺ ഹിമാലയാസ്. എന്താണ് ഈസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബാക്കി എല്ലാത്തിനേക്കാളും ലോ ഹിൽസ് ആണ്, അതായത് ഉയരം കുറഞ്ഞ മൗണ്ടൻസ് ആണ് ഇവിടെ കാണുന്നത്. ടീസ്റ്റ നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെ. ഏത് മുതൽ ഏത് വരെ? ടീസ്റ്റ നദി മുതൽ. കണ്ടോ, ടീസ്റ്റ നദി കണ്ടോ. ടീസ്റ്റ നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെയാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നു. ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര വരെ എക്സ്റ്റെൻഡ് കിടക്കുന്നു. ഏറ്റവും കൂടുതൽ ഭാഗം കാണുന്നത് എവിടെയാണ്? ആസാം എന്ന് പറയുന്ന സംസ്ഥാനത്തിലല്ലേ? അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കും? ആസാം ഹിമാലയാസ് എന്നും വിളിക്കും. ഏറ്റവും വലിയ പീക്ക് നംജ ബർവയാണ്. ഏറ്റവും വലിയ പീക്കാണ് ഇത് നംജ ബർവ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടെ. അപ്പോൾ ഏറ്റവും വലതുവശത്തായിട്ട് ഈസ്റ്റേൺ ഹിൽസ്, ഇന്ത്യയുടെ ഈസ്റ്റ് ഭാഗം. ടീസ്റ്റ നദി മുതൽ ബ്രഹ്മപുത്ര നദി. മറ്റൊരു പേര് ആസാം ഹിമാലയാസ്. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എന്തെന്ന് പറയുന്നത്? നാംച ബർവ എന്ന് പറയുന്നത്. ബ്രഹ്മപുത്ര, കാമേങ്, ലോഹിത്, സുബാൻസിരിയൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട നദികളാണ്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട മൗണ്ടൻ പാസ് ആണ് എന്തെന്ന് പറയുന്നത്? ബോംഡില പാസ്. കണ്ടോ, ബോംഡില പാസ്. അരുണാചൽ പ്രദേശിനെ എന്ത് ചെയ്യുന്നു? ലാസയുമായിട്ട് കണക്ട് ചെയ്യുന്നു. അരുണാചൽ പ്രദേശാണ് ഈ കാണുന്നത്. ഇതിനെ ലാസയുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ബോംഡില പാസ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് നമ്മുടെ ദിബർ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ ദിബു എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ പറയുന്ന അരുണാചൽ പ്രദേശിനെ തൊട്ടടുത്ത സംസ്ഥാനം രാജ്യം മ്യാൻമർ അല്ലേ? മ്യാൻമറുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഈ പറയുന്നത് ദിബർ. ഈ ദിബർ എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എന്ന് പഠിച്ചാൽ മതി? DIPHU എന്ന് പഠിച്ചാൽ ദിബു. ടെക്സ്റ്റ് ബുക്കിൽ ദിബു എന്നാണ്. കണ്ടോ? അപ്പോൾ അരുണാചൽ പ്രദേശിനെ ലാസയുമായിട്ട് കണക്ട് ചെയ്യുന്ന ബോംഡില ചുരവും അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായിട്ട് കണക്ട് ചെയ്യുന്ന ദിബു ചുരവും കാണുന്നതും ഇവിടെയാണ്. ഇതാണ് ഈസ്റ്റേൺ ഹിൽസ്. ഇനി ലാസ്റ്റ് വരുന്നതാണ് പൂർവാചൽ ഹിൽസ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഫുൾ കൺഫ്യൂഷൻ ഞാൻ ഒന്ന് പറഞ്ഞു. മൊത്തം ഹിമാലയാസ്, ട്രാൻസ് ഹിമാലയാസ്, ദ ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിൽസ് ആദ്യം പഠിച്ചു. ആ ഈസ്റ്റേൺ ഹിൽസ് ആണ് പൂർവാചൽ. കൺഫ്യൂഷൻ വരും. ആ ഈസ്റ്റേൺ ഹിൽസ് ആണ് പൂർവാചൽ. അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു? ട്രാൻസ് ഹിമാലയത്തെ പറ്റി മാത്രം പഠിച്ചു. ഹിമാലയത്തിലെ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റീജിയണൽ ഡിവിഷൻ പഠിച്ചു. വെസ്റ്റ്, സെൻട്രല്, ഈസ്റ്റ് പഠിച്ചല്ലോ. അപ്പൊ ഇതെല്ലാം കഴിയുമ്പോഴാണ് ഈ ഭാഗത്തോട്ട് വരുന്നത്. ഇതാണ് പൂർവാചൽ ഹിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? പൂർവാചൽ ഹിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ ഹിമാലയ പർവ്വതങ്ങളൊക്കെ വന്നതിന് ശേഷം നോർത്ത് ഇത്, സൗത്ത് ഇത്.
സോ ഈ നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിട്ട് കാണപ്പെടുന്ന കുറച്ച് കുന്നുകൾ ഈ ഭാഗത്തുണ്ട്. ഇതിനെയാണ് നമ്മൾ പൂർവാചൽ ഹിൽസ് എന്ന് പറയുന്നത്. എന്താണെന്ന് വിളിക്കുന്നത്? പൂർവാചൽ ഹിൽസ് എന്ന് പറയുന്നത്. ഹിമാലയൻ മൗണ്ടൻസ് ആർ സീൻ ആസ് എ ഹിൽസ് ഓഫ് ലെസർ എലിവേഷൻ ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഫ്രം അരുണാചൽ പ്രദേശ് ടു മിസോറാം. കണ്ടോ, അരുണാചൽ പ്രദേശിൽ നിന്ന് മിസോറാം വരെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ കാണപ്പെടുന്ന കുറച്ച് ഉയരം കുറഞ്ഞ കുന്നുകളുണ്ട്. ആ കുന്നുകളെ വിളിക്കുന്ന പേരാണ് പൂർവാചൽ ഹിൽസ്. അപ്പോൾ ഇത് എന്തിൻ്റെ ഭാഗമല്ല? നമ്മൾ ഈ പറഞ്ഞ ഈസ്റ്റേൺ ഹിമാലയാസ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പൂർവാചൽ ഹിൽസ്. ഈസ്റ്റേൺ ഹിമാലയാസ് ഇവിടെയാണ് വരുന്നത്. ഇത് താഴത്തെ ഭാഗം പൂർവാചൽ ഹിൽസ്. 500 മുതൽ 3000 മീറ്റർ വരെ ആവറേജ് ഉയരമുള്ള ഈ സ്ഥലമാണ് പൂർവാചൽ ഹിമാലയാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൂർവാചൽ ഹിൽസ്. കുന്നുകൾ ഉയരം കുറവായത് കൊണ്ടാണ്. ഇവിടുത്തെ സംസ്ഥാനങ്ങളുടെ പേരുണ്ടെങ്കിൽ തന്നെ ഇവിടുത്തെ മൗണ്ടൻസിന്റെ പേര് പഠിക്കാൻ പറ്റും. നാഗാലാൻഡ് അപ്പോൾ നാഗാ ഹിൽസ്, മിസോറാം മീസോ ഹിൽസ്, അതുപോലെ ഗാരോ ഖാസി ജയന്തിയ ഹിൽസ് ഒക്കെ കാണപ്പെടുന്നത് ഇവിടെയാണ്. ഗാരോ ഖാസി ജയന്തിയ, നാഗാ ഹിൽസ്, മീസോ ഹിൽസ്, പട്കായ് ബൂം എന്നൊക്കെ പറയുന്ന പർവ്വതങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? പട്കായ് ബൂം, ഇതാ കണ്ടോ പട്കായ് ബൂം, ഇതാണ് പട്കായ് ബൂം. അത് കഴിഞ്ഞിട്ട് വരുന്ന നാഗാ ഹിൽസ്, കണ്ടോ നാഗാ ഹിൽസ്. അത് കഴിഞ്ഞ് വരുന്ന മീസോ ഹിൽസ് കണ്ടോ, മിസോറാമിന്റെ മീസോ ഹിൽസ്. പിന്നെ വരുന്നതാണ് ഏതൊക്കെ? നമ്മുടെ ചിറാപൂഞ്ചിയൊക്കെ കാണപ്പെടുന്ന ഗാരോ ഖാസി ജയന്തിയ, മേഘാലയയുടെ ഭാഗം. ഇവിടെയാണ് ചിറാപൂഞ്ചി മഴയത്ത് ഇതിൻ്റെ അവൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ചിറാപൂഞ്ചിയിൽ എപ്പോഴും മഴ പെയ്യും അല്ലേ? ചിറാപൂഞ്ചി. പക്ഷേ ഇപ്പം ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന മൗസിൻ ഡ്രാമാണ്. പറഞ്ഞ് ശീലിച്ചുകൊണ്ടാണ് ചിറാപൂഞ്ചിയിലെ മഴയെന്നൊക്കെ പാട്ടുണ്ടായത്. ആണെങ്കിൽ മൗസിൻ ഡ്രാമിലെ മഴയത്ത് ഒന്നും വേണമെങ്കിൽ പാട്ടിടാം. ഓക്കെ, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഇത്രയും പറയുമ്പോൾ നമ്മുടെ ഹിമാലയത്തിൻ്റെ ആ ഒരു ഫിസിയോഗ്രാഫിക് ഭാഗങ്ങൾ കഴിയുന്നു. ഇനി വരുന്ന അവിടുത്തെ ക്ലൈമറ്റാണ്. അതിനും കൂടി ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ പണി. സോ അത് നമ്മൾ അടുത്ത ക്ലാസ് പഠിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പൂർവാചൽ വരെ പറഞ്ഞ് നിർത്തുക. സോ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാൻ നോട്ട് ടെലഗ്രാം ചാനലിലുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, ലിങ്ക് അതിൽ കാണാം. സോ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.